പ്രിയമുള്ളവരെ, ജെറമിയ പ്രവചനം അതിൻ്റെ 23-ാം അധ്യായം നമ്മളിപ്രകാരം വായിക്കുന്നു. അതിൽ 24-ാമത്തെ വാക്യം: എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ. എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കുവാൻ സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ പാപങ്ങൾ ദൈവത്തിൻ്റെ തിരുമുൻപിൽ എല്ലാം സുതാര്യവും അനാവൃതവുമാണ്. ഒന്നും മറച്ചു വയ്ക്കാൻ ദൈവത്തിന് മുമ്പിൽ നമുക്ക് സാധ്യമല്ല. നമ്മൾ ചെയ്ത സകല പാപങ്ങളും, നമ്മൾ ചെയ്യാനിരിക്കുന്നതും നമ്മൾ മെനഞ്ഞിരിക്കുന്നതും നമ്മൾ പ്ലാൻ ചെയ്തതുമായ സകല പാപങ്ങളും അതിൻ്റെ എല്ലാ അവസ്ഥകളോടും കൂടെ കർത്താവിന് വ്യക്തമാണ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ഈ വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നു, ആർക്കെങ്കിലും എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കാൻ പറ്റുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലേ ഞാൻ. നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ദൈവം അറിയാത്തതിനെ ഞാൻ പറയുകയാണ് എന്ന് വിചാരിക്കരുത്. ദൈവത്തിന് അറിയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞ് കേൾപ്പിക്കുന്നതല്ല എൻ്റെ പാപങ്ങൾ. ദൈവം അറിയുന്നുണ്ട്. പക്ഷെ നീ പാപം ചെയ്തത് മാത്രമേ നിൻ്റെ സ്വാർത്ഥതയാൽ നീ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് ദൈവം അറിഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ സമ്മതത്തോടെ അല്ലാതെ നിൻ്റെ സ്വാർത്ഥതയാൽ നീ ചെയ്തതാണ് പാപങ്ങളെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം അതറിഞ്ഞിട്ടുണ്ട്. അപ്പം നീ ഏറ്റുപറയുന്ന പാപം ഒരിക്കലും ദൈവം അറിയാത്ത പാപം നീ ഏറ്റു പറഞ്ഞിട്ടില്ല. ദൈവം സകലതും അറിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വിശുദ്ധ കുമ്പസാരം നടത്തുമ്പോൾ ഈശോയെ നീ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് അറിഞ്ഞോ എന്ന് പറയുന്നതല്ല വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അറിയാത്തതിനെ എനിക്ക് മാത്രം അറിയാവുന്നത് ഞാൻ ചെന്ന് ഏറ്റുപറയുന്നതല്ല വിശുദ്ധ കുമ്പസാരം. ഞാൻ പറഞ്ഞില്ല, ഇതൊരു കൂടാരമാണ്. ഈ കൂടാരത്തിൽ ആര് വസിക്കും? ഈ കൂടാരത്തിൽ വസിക്കാനായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത്, പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ഒരുക്കത്തിൻ്റെ കുമ്പസാരം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കമാണെങ്കിൽ, വിശുദ്ധ കുദാശകളുടെ കുദാശയായ വിശുദ്ധ കുർബാന, ആ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കുന്ന കുദാശയാണ് വിശുദ്ധ കുമ്പസാരമെങ്കിൽ, ഈ വിശുദ്ധ കുമ്പസാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയോ ഒരുങ്ങേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഓരോ കുദാശകൾക്കും നമ്മൾ ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്ന കുദാശയിലേക്ക് ഞാൻ ഒരുങ്ങി എൻ്റെ പാപങ്ങൾ ചെയ്തത് ഏറ്റുപറയുമ്പോൾ, ഏറ്റുപറഞ്ഞ പാപങ്ങളെ സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയും ദൈവത്തിൻ്റെ വലിയൊരു കരുണ ഏറ്റെടുക്കുകയാണ് അവിടെ. എൻ്റെ പാപങ്ങൾ എൻ്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എൻ്റെ കർത്താവായ ദൈവം ഏറ്റെടുത്ത് എന്നെ വിശുദ്ധീകരിക്കലാണ് വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനായിരിക്കുന്ന എൻ്റെ പാപമായിരിക്കുന്ന എൻ്റെ വ്യക്തിജീവിതത്തിൽ ദൈവം അറിയാതെ എൻ്റെ സ്വാർത്ഥതയാൽ, ദൈവത്തിൻ്റെ അറിവോടും ദൈവത്തിൻ്റെ സമ്മതമില്ലാതെ എൻ്റെ സ്വാർത്ഥതയാൽ ഞാൻ ചെയ്തു കൂട്ടിയത് പാപങ്ങളാണ്. അപ്പോൾ ഈ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം എനിക്കറിയാമെങ്കിൽ, പാപം ചെയ്യാൻ കാണിച്ച ധൈര്യം പാപം ഏറ്റുപറയാനും നമ്മൾ കാണിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വലിയ സംഭവമാണെന്ന് നമ്മളിങ്ങനെ ഭയങ്കര ഒരു എളിമ കാണിച്ചുകൊണ്ട് നമുക്ക് അഭിനയിക്കാൻ പറ്റും. പക്ഷേ ഈശോയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവൻ നിൻ്റെ ഉള്ളു കാണുന്നവനാണ്, നിന്നെ കാണുന്നവനല്ല. നിൻ്റെ ഉള്ളറിയുന്നവനാണ് നിൻ്റെ കർത്താവായ ദൈവം. അവൻ്റെ മുൻപിൽ നിനക്ക് അഭിനയിക്കാൻ പറ്റില്ല. മനുഷ്യരുടെ മുമ്പിൽ നിനക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെയാണ്, ഞാൻ ഭയങ്കര ഹമ്പിളാണ്, ഞാനിങ്ങനെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നതായിട്ട് ആക്ട് ചെയ്യും. പക്ഷേ നമുക്ക് പുറകിൽ പ്രവർത്തിക്കുന്ന നമ്മുടേതായിട്ടുള്ള പാപശീലങ്ങൾ നമ്മളെ സ്വന്തമാണ്, മറച്ചു വെച്ചിരിക്കുക, ആരും അറിയാതിരിക്കാൻ. കർത്താവ് അറിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വിശുദ്ധ കുമ്പസാരത്തിലേക്ക് നീ ചെല്ലുമ്പോൾ ഈ മറച്ചു വെച്ച പാപങ്ങൾ, ഈശോയ്ക്ക് അറിയാവുന്ന നീ ഏറ്റുപറയാതെ മറച്ചു വെച്ച പാപങ്ങൾ വീണ്ടും വിശുദ്ധ കുമ്പസാരത്തിൽ മറച്ചു വെച്ചാണ് നീ കള്ളക്കുമ്പസാരം നടത്തുന്നതെങ്കിൽ, മാരകപാപിയായിട്ടേ കുമ്പസാരക്കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുമ്പസാരക്കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് മാരകപാപിയായിട്ടാണ്. കാരണം ബോധപൂർവം ചെയ്ത പാപങ്ങളും
ആ പാപം അതിൻ്റെ മാരകമായിട്ടുള്ള അവസ്ഥകളും അറിയാവുന്ന നമ്മൾ വിശുദ്ധ കുമ്പസാരക്കൂട്ടിൽ ഞാൻ ഈ പാപം ചെയ്തത് അറിഞ്ഞ ക്രിസ്തുവിനോട് ഞാനിത് പറയുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടായിരിക്കെ എൻ്റെ പാപങ്ങൾ ഞാൻ ആരിൽ നിന്നായി മറച്ചു വയ്ക്കണേ? ഞാൻ മറച്ചു വെച്ചിട്ട് ഞാൻ എങ്ങോട്ടാണ് ഓടി രക്ഷപ്പെടുന്നത്? അതുകൊണ്ടാണ് ഈശോ ഈ വചനത്തിൽ പറയുന്നത്, എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കുവാൻ സാധിക്കുമോ? രഹസ്യ സങ്കേതമാണ് പാപത്തിൻ്റേത്. കർത്താവിൻ്റേത് ഒരിക്കലും രഹസ്യ സങ്കേതമല്ല, കർത്താവിൻ്റേത് ആശ്രയ സങ്കേതമാണ്. രഹസ്യങ്ങൾ സങ്കേതമായിട്ട് തരുന്നത് എൻ്റെ പാപത്തിൻ്റെ രഹസ്യങ്ങൾ മറച്ചു പിടിക്കുന്ന സാത്താൻ്റെ ഒരു ചങ്ങല, അല്ലെങ്കിൽ ആ ഒരു ക്യാബിനകത്ത് ഞാൻ സേഫ് സോണിലാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. പൊട്ടിത്തെറിക്കാനായിട്ട് ഏതാനും നിമിഷങ്ങൾ മതി. ഇത് പൊട്ടിത്തെറിക്കുക. നമ്മൾ അഭിനയിക്കരുത് മറ്റുള്ളവരുടെ മുൻപിൽ. നിങ്ങളുടെ വ്യക്തിത്വം മറച്ചു വെച്ച് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കരുത്. നിങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് തുറന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങളുടെ ഉള്ളു ഫ്രീ ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു വ്യക്തിയുടെ മുൻപിൽ പാപത്തെ ഉള്ളിൽ വെച്ചിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ നീ അഭിനയിക്കുമ്പോൾ, പ്രിയമുള്ള ദൈവജനമേ അറിയണം, നിന്നെ കൊണ്ട് അഭിനയിപ്പിക്കുന്ന അഭിനയ അരൂപി എന്ന് പറയുന്ന സാത്താൻ നിൻ്റെ ഉള്ളിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇന്ന് പാപം ചെയ്തു ഞാൻ, ഈ പാപം ഇന്ന് മുഴുവനും എന്നോട് കൂടെ റെസ്റ്റ് എടുക്കാൻ അനുവദിക്കരുത്, അതിനെ എന്നിൽ നിന്ന് ഒഴിവാക്കുക. എത്ര പെട്ടെന്ന് എനിക്ക് ഒഴിവാക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പാപം ചെയ്ത ഞാൻ പാപത്തെ ഒഴിവാക്കണം, അതിനെ കൂടെ പൊറുപ്പിക്കരുത്. കുമ്പസാരിക്കാത്ത വ്യക്തിയെ സംബന്ധിച്ച് ചെയ്ത പാപങ്ങളെ കൂടെ പൊറുപ്പിക്കുകയാണ്, അതിന് ചെലവിന് കൊടുത്ത് വളർത്തുകയാണ്. ഈ ചെലവിന് കൊടുക്കുന്നതെല്ലാം നമ്മളോട് കൂടെ വളരും, ഉറപ്പാണ്. ആ ചെയ്ത പാപം ആ ഒരു ചെറിയ തോതിൽ അങ്ങനെ നിൽക്കുകയല്ല. ഞാനിത് കുമ്പസാരിക്കാത്ത സ്ഥിതിക്ക് ഞാനിതിനെ ചെലവിന് കൊടുത്ത് വളർത്തുക. ഞാൻ ചെലവിന് കൊടുക്കുന്നത് എന്താ? വീണ്ടും എഗെയിൻ ഈ പാപത്തിന് എന്നിൽ നിലനിൽക്കാനുള്ള സാഹചര്യം ഒരുക്കലും ഇതിനോട് ചേർന്ന തുല്യമായ പാപങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ പ്രേരണ കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിതിന് ചെലവിന് കൊടുക്കുക. ഇത് ചെലവിന് കൊടുത്ത് ഞാൻ ഈ കുമ്പസാരക്കൂട്ടിലേക്ക് പോകേണ്ട ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങി. ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ പറയും, എനിക്കെല്ലാം നേരിട്ട് പറയാനറിയാമെന്ന് പറഞ്ഞാലും പ്രിയമുള്ള ദൈവജനമേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളുടെ ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ നമ്മൾ ഇടുക്കി പോയിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് അല്ലല്ലോ ലൈൻ കുത്തി ചാർജ് ചെയ്യണേ, അല്ല, അവിടെ നിന്നല്ല. അവിടെ നിന്ന് സപ്ലൈ വന്ന് അത് ഈ ചെറിയ പ്ലഗിലൂടെയല്ലേ നമ്മളെ ഫോണിലേക്ക് കയറുള്ളൂ. ചാർജ് ചെയ്യാൻ ഞാൻ ഇടുക്കി സബ് സ്റ്റേഷനിൽ പോയിട്ടാണോ ഞാൻ മൊബൈൽ ചാർജ് ചെയ്യണേ? എനിക്ക് നേരിട്ട് ചാർജ് ചെയ്യണമെന്ന് നമ്മൾ പറയും. അത് കണക്ട് ചെയ്ത് പോസ്റ്റ് വഴി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ കുത്തിയാൽ പോരെ. അപ്പം നമ്മൾ വിശുദ്ധ കുമ്പസാരത്തിലേക്ക് നേരിട്ട് ചെന്ന് ഞാനിപ്പോൾ തന്നെ ശരിയാക്കാം, കർത്താവിനോട് നേരിട്ട് പറയാനുള്ള ആക്സസ് എനിക്കുണ്ട് എന്ന് പറയുന്നത് അഹങ്കാരത്തിൻ്റെ അരൂപിയുള്ള മക്കളാണ്. അതൊരിക്കലും ന്യായീകരണമോ അതൊരിക്കലും നിങ്ങളത് കേട്ടിട്ട് അവരെ അപ്പം തന്നെ നിങ്ങൾ വിലയിരുത്തിക്കൊള്ളണം. അഹങ്കാരത്തിൻ്റെ പടുകൂറ്റൻ പടവൃക്ഷമാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് അഹങ്കാരത്തിൻ്റെതാണ്. അഹം എന്ന് പറയുന്നത് സാത്താനികമാണെങ്കിൽ അഹങ്കാരം എന്ന് പറയുന്നത് അതിൻ്റെ മൂർധന്യാവസ്ഥയാണ്. അപ്പം അത് ഒരു വ്യക്തിയിൽ ഫോമായി കഴിഞ്ഞാൽ അഹം ഫോമാകുന്നതിനേക്കാൾ ഡേഞ്ചറാണ് അഹങ്കാരം ഫോമാകുന്നത്. അഹം എന്ന് പറയുന്ന ഞാനുള്ള ഭാവമാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹം എന്ന് പറയുന്ന അവസ്ഥ നിത്യമായി നിലനിൽക്കുന്ന വ്യക്തിത്വം എന്നുള്ളതാണ്. അഹം നിത്യമായി നിലനിൽക്കത്തില്ല, അത് മാറിയും മറിഞ്ഞു നിൽക്കും. അഹങ്കാരമായാൽ നിത്യം നിലനിൽക്കും. ആ വ്യക്തി പറയുന്നതെല്ലാം ഇതിൻ്റെ കൺട്രോളിലേ സംസാരിക്കുകയുള്ളൂ, എല്ലാം ഇതിൻ്റെ കൺട്രോളിലായിരിക്കും. മറ്റുള്ളവരെ പതിവായിട്ട് കുറ്റപ്പെടുത്തും, സ്വയം ന്യായീകരിച്ചുകൊണ്ടിരിക്കും, മറ്റുള്ളവരെ പതിവായിട്ട് കുറ്റപ്പെടുത്തും. മറ്റുള്ളവരുടെ മുന്നിൽ എല്ലാ കുറ്റങ്ങളും ഉണ്ടാവും. അവൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, അന്ന് ആ വഴി പോയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. എല്ലാം ആ വഴി ഈ വഴി എല്ലാം കർത്താവിന് വരെ കുറ്റം ഉണ്ടാവും, കർത്താവിന് വരെ തെറ്റ് പറ്റിയിട്ടുണ്ടാവും. എന്നെ എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിച്ചത്? ഈ അപ്പനോ അമ്മയ്ക്ക് എന്തിനാണ് മകനായിട്ട് എന്നെ കൊടുത്തത്, മകളായിട്ട് എന്നെ കൊടുത്തത്? ഇങ്ങനെ ദൈവത്തെ വരെ ഈ അഹമുള്ള അഹങ്കാരത്തിൻ്റെ അരൂപിയുള്ള വ്യക്തികൾ ദൈവത്തോട് വരെ മറുതലിച്ച് കൊണ്ടിരിക്കും. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ കുമ്പസാരക്കൂട്ടിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ദൈവം അറിയാത്തത് എന്തോ ദൈവത്തിനെ പറഞ്ഞു കേൾപ്പിക്കാൻ പോകുകയല്ല നിങ്ങൾ. ദൈവം അറിഞ്ഞതും ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ലാത്തതും ദൈവത്തിൻ്റെ മുൻപിൽ നീ ചുരിഞ്ഞിട്ട് കൊടുക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം അറിയാത്തത് ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഞാൻ ചെയ്തു. ദൈവം പെർമിഷൻ തന്നതല്ലാതെ
അതിനപ്പുറത്തേക്ക് എൻ്റെ സ്വാർത്ഥതയാൽ ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ എല്ലാം പാപമാണ്. ദൈവത്തിൻ്റെ അനുമതിയില്ലാത്തതെല്ലാം പാപമാണ്. അതെല്ലാം ഞാൻ ചെയ്തതു പാപം തന്നെയാണ്. അതെന്തെങ്കിലും ഒരു പ്രവൃത്തിയല്ല. ദൈവത്തിന് അനുമതിയില്ലാത്തതേ ഞാൻ ചെയ്തതെല്ലാം പാപം തന്നെയാണ്. അപ്പോൾ പാപത്തെ കൂടെ പൊറപ്പിച്ചാൽ അത് നിന്നോടുകൂടെ കിടക്കാൻ അനുവദിക്കരുത്. പാപം ഇന്ന് ചെയ്താൽ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ രാത്രി എന്നോടുകൂടെ എൻ്റെ ബെഡിൽ പാപത്തിൻ്റെ സ്പിരിറ്റ് പ്രവേശിച്ചാൽ നീ കുമ്പസാരത്തിൽ ഏറ്റുപറയും. നീ പിന്നീട് ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ നീ കുമ്പസാരം ഏറ്റുപറഞ്ഞ് നീ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടുണ്ടാവും. നിൻ്റെ ബെഡിൽ കയറിയ പാപത്തിൻ്റെ അരൂപി കുമ്പസാരിച്ചിട്ടില്ല, നിൻ്റെ ബെഡും കുമ്പസാരിച്ചിട്ടില്ല. പിന്നീട് അങ്ങോട്ട് എപ്പോഴെല്ലാം നീ ബെഡിലേക്ക് പ്രവേശിക്കുന്നുവോ വീണ്ടും എഗെയിൻ ആ ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കിടക്കുമ്പോൾ തിന്മ നിരൂപിക്കുന്ന ബെഡ് എന്ന് പറയുന്നത് കൊണ്ടാണ്, കിടക്കയിൽ തിന്മ നിരൂപിക്കുന്നവർ എന്ന് വചനം പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. ഈ തിന്മ, ഈ ബെഡ് എല്ലാ ദിവസവും ഹോളി വാട്ടർ തളിക്കാതെ ബെഡിൽ കിടക്കരുത്. ഹോളി വാട്ടർ തളിക്കാതെ പില്ലോയിൽ ഹോളി വാട്ടർ തളിക്കൊണ്ട് കുരിശടയാളം വരക്കാതെ പില്ലോ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ടേ കിടക്കൂ, അങ്ങനെ ചെയ്തിട്ടേ കിടക്കുള്ളൂ. ശുശ്രൂഷ കഴിഞ്ഞാൽ നേരിട്ട് ഞങ്ങളെ സംബന്ധിച്ച് നേരെ ബെഡിലേക്ക് കയറാൻ പെർമിഷനില്ല. ശുശ്രൂഷ കഴിഞ്ഞാൽ ബെഡിലോട്ട് നേരെ കയറി ചെല്ലാനായിട്ട് പെർമിഷനില്ല. അത് നേരെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് അല്ല പരിശുദ്ധ കുർബാന. അപ്പോൾ ഇത് എന്താ പറയുക, ഇപ്പോൾ നാളത്തെ ഡെലിവറൻസ് മിനിസ്റ്റർ കഴിഞ്ഞ നാളത്തെ അല്ലെങ്കിൽ കയ്യൊപ്പി ശുശ്രൂഷ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കട്ടിലേക്കറി കിടക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത കുർബാന കൂടി ഈ കെട്ട് ഇറക്കി വെച്ചതിന് ശേഷമേ ബെഡിൽ കയറാൻ പാടുള്ളൂ. അതുവരെ തറയിൽ കിടക്കണം. ഹല്ലേലൂയ. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് കെട്ടിപ്പൂട്ടിയതെല്ലാം കൂടെ കിടക്കും. ഹല്ലേലൂയ. ഇന്നലെ നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മളോട് കൂടെ ആയിരിക്കുന്നത് എന്താണോ അതൊന്നും എനിക്കുള്ളതല്ല, ഈശോയ്ക്കുള്ളതാണ്. ശുശ്രൂഷകൻ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയാണെങ്കിൽ പാപം ചെയ്തവൻ എന്നുള്ള നിലയ്ക്ക് എത്രയോ അധികം നമ്മുടെ കൂടെ ഉണ്ടാകും. ഏറ്റെടുത്ത് നമ്മൾ പാപത്തെ ഏറ്റെടുക്കുന്നതാണ്, പാപം ചെയ്യുന്നതല്ല. പാപം എന്ന് പറയുന്ന സ്പിരിറ്റിനെ വ്യഭിചാരത്തിൻ്റെ, പ്രമാണലംഘനങ്ങളുടെ, 1-ാം പ്രമാണലംഘനങ്ങളുടെ, മറ്റു വിഗ്രഹാരാധനകളുടെ, മദ്യപാനത്തിൻ്റെ, ഇതിനെല്ലാം ഞാൻ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ പേരാണ് പാപം ചെയ്യലെന്ന് പറയുന്നത്. ഞാനതിനെ പർച്ചേസ് ചെയ്യാണ്. ആ സ്പിരിറ്റിനെ എനിക്ക് പർച്ചേസ് ചെയ്യാം. ഈ സ്പിരിറ്റിനെ എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ സ്പിരിറ്റിനെ പർച്ചേസ് ചെയ്യാൻ ഞാൻ ഫിസിക്കലി അതിനെ കൊടുക്കുന്ന പേയ്മെൻ്റാണ് പാപം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈശാചികമായ പിശാചിൻ്റെ അരൂപിയെ പർച്ചേസ് ചെയ്യാൻ ഞാൻ അതിന് കൊടുക്കുന്ന പേയ്മെൻ്റാണ് ഞാൻ ചെയ്യുന്ന പാപം. ഞാൻ ഈ പേയ്മെൻറ്റ് വഴി ഞാൻ പേ ചെയ്ത് ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഈ സ്പിരിറ്റ് പിന്നെ എനിക്ക് സ്വന്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിതിനെ പർച്ചേസ് ചെയ്തു, പിന്നെ അതെൻ്റെ സ്വന്തം. മീൻസ് ഞാൻ അതിൻ്റെ കൺട്രോളിലേക്ക് പോവുകയാണ്. കാരണം എന്താ, ഞാൻ പർച്ചേസ് ചെയ്ത് നല്ല വില കൊടുത്തിട്ടാ. ആ നല്ല വില എന്താണ്? കർത്താവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആത്മാവ് വസിക്കുന്ന ഞാൻ, ആ തിരുരക്തത്തിൻ്റെ വിലയാണ് ഈ സാത്താന് വിറ്റ് അവനെ ഞാൻ കളക്ട് ചെയ്യുന്നത്. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ വില, തിരുരക്തത്താൽ കർത്താവിൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എൻ്റെ ആത്മാവിനെ നേടിയെടുത്ത ആ സ്വർഗത്തിൻ്റെ വില ഞാൻ സാത്താന് വിറ്റ് ആ പാപത്തിലൂടെ എൻ്റെ ശരീരം വഴിയാണ് ഞാൻ പാപം ചെയ്യുന്നത്. മദ്യപിക്കുന്നതാണെങ്കിലും, 2 ചീത്ത പറയുന്നതാണെങ്കിലും, ഒരാൾ ഉപദ്രവിച്ചതാണെങ്കിലും, കൊല്ലുന്നതാണെങ്കിലും എല്ലാം എൻ്റെ ഫിസിക്കൽ ബോഡി ചെയ്യുന്നതാണ്. അപ്രത്യക്ഷത്തിൽ അന്തരീക്ഷത്തിൽ നിന്നൊന്നും പാപം ഉത്ഭവിക്കുന്നില്ല. ഫിസിക്കൽ ബോഡിയിൽ നിന്നാണ് പാപം ഉത്ഭവിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒറിജിൻ എൻ്റെ മനസ്സിലും ഹൃദയത്തിലും കിടക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ പാപം ചെയ്ത്, ഇപ്പോൾ ഈ സ്പിരിറ്റ് ഫസ്റ്റ് കമാൻഡ്മെൻറ്റ് ഞാൻ വയലേറ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് കമാൻഡ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഹൈ റാങ്കിങ് സ്പിരിറ്റിനെ ഞാൻ പർച്ചേസ് ചെയ്തു. എങ്ങനെ? ഞാൻ മറ്റു വിഗ്രഹങ്ങളെ ആരാധിച്ചു, പൂജിച്ചത് കഴിച്ചു, ഹലാൽ എടുത്തു, ഓണം ആഘോഷിച്ചു, ഇങ്ങനെ പലതുണ്ട് അതിനകത്ത്. ഇതെല്ലാം ഞാൻ ചെയ്തിട്ട് ഈ സ്പിരിറ്റിനെ ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഈ സ്പിരിറ്റിനെ ഞാൻ കംപ്ലീറ്റ്ലി അഡോപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാനതിനെ പർച്ചേസ് ചെയ്തു. 2 രീതിയിൽ അതിനെ പറയാം. എനിക്ക് ദത്തെടുക്കാം ഈ സ്പിരിറ്റിനെ. പാപം ചെയ്യുന്നത് വഴി ആ രൂപിയെ ഞാൻ ദത്തെടുക്കുന്നത് ഒരു വശം. 2, അത് ദത്തെടുത്താൽ അതിന് ഞാൻ ചെലവിന് കൊടുക്കും. 2, ഞാനിതിനെ പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാനിതിന് പേയ്മെൻറ്റ് കൊടുത്ത് അപ്ഡേഷൻ ക്ലിയർ ചെയ്ത് നിർത്തുന്നൊരു പരിപാടി. അതായത് ഞാൻ ഒരു തവണ 1-ാം പ്രമാണം ലംഘിച്ചു, വീണ്ടും ഞാനിത് എന്താ പറയുക,
ഒന്നാം പ്രമാണം ആദ്യം ലംഘിച്ചത് ചിലപ്പോൾ ഞാനൊരു ആഭിചാരം മന്ത്രവാദം ചെയ്തിട്ടായിരിക്കും. പിന്നെ ഞാൻ ആഭിചാരവും മന്ത്രവാദവും ചെയ്യുന്നില്ല. അതിൻ്റെ ലോ റാങ്കിങ്ങിലേക്ക് വന്ന് ഞാൻ എല്ലാ ആഴ്ചയിലും വാരഫലം നോക്കും, ഞാൻ എല്ലാ ആഴ്ചയിലും ജാതകം നോക്കും, ഞാൻ എല്ലാ ആഴ്ചയിലും വാസ്തു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി ഈ ഹൈ റാങ്കിങ് സ്പിരിറ്റിൻ്റെ ലോ റാങ്കിങ് അവസ്ഥ ഞാൻ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാറ്റ് മീൻസ് ഐ ആം പേയിങ്, ഞാനത് ഇങ്ങനെ പേ ചെയ്തുകൊണ്ടിരിക്കുക. ഈ സ്പിരിറ്റിന് ഞാനിങ്ങനെ പേ ചെയ്ത് ഈ സ്പിരിറ്റിന് നിത്യം എന്നെ വിട്ട് ഈ സ്പിരിറ്റ് പോകരുത്, അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പേ ചെയ്തുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്ത പാപങ്ങൾ വിശുദ്ധ കുമ്പസാരത്തിൽ ക്ഷമിക്കപ്പെടുന്നു, പാപമോചനം ലഭിച്ചു. ദണ്ഡവിമോചനത്തിലൂടെ അല്ലാതെ ഞാൻ പർച്ചേസ് ചെയ്ത, അഡോപ്റ്റ് ചെയ്ത ഈ സ്പിരിറ്റിനെ എന്നിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ റേഷൻ കാർഡിൽ പേര് ചേർക്കുന്നതിനുമില്ല, അത്രയേ ഉള്ളൂ. എൻ്റെ റേഷൻ കാർഡിൽ ഈ അരൂപിയുടെ പേര് കൂടെ ഞാൻ ചേർക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ റേഷൻ മേടിക്കുമ്പോൾ ഇതിന് ഒരു പിടി ഞാൻ കൊടുക്കും. ഹല്ലേലൂയ. അതായത് എൻ്റെ പ്രാർത്ഥനയിൽ ഒരു വിഹിതം ഇത് കൊണ്ടുപോകും. എൻ്റെ പ്രാർത്ഥനയിൽ ഒരു വിഹിതം, പ്രാർത്ഥനയിലുള്ള നന്മയുടെ വിഹിതമല്ല ഇത് കൊണ്ടുപോകുന്നത്. ഇപ്പം ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ 5 മിനിറ്റ് ശ്രദ്ധയോടെയും 55 മിനിറ്റ് അശ്രദ്ധയോടെയും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ 55 മിനിറ്റിൻ്റെ അശ്രദ്ധയോടുകൂടിയുള്ള നെഗറ്റീവ് സ്പിരിറ്റ് ഇതിന് കൊടുക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥന എതിർ പ്രാർത്ഥനയായിട്ട് മാറ്റപ്പെട്ടു. എന്തുകൊണ്ടാ? ഞാൻ പർച്ചേസ് ചെയ്തതിന് എനിക്ക് തീറ്റിപ്പോറ്റാനായിട്ടുള്ളത് കൊണ്ട് എൻ്റെ പ്രാർത്ഥനകൾ ബേസിക്കലി ഞാൻ ദൈവത്തിൻ്റെതാണെങ്കിൽ ആ ദൈവത്തിന് കൊടുക്കേണ്ട വിഹിതം ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇതാണ് വിശുദ്ധ കുമ്പസാരത്തിൽ ഞാൻ ഏറ്റുപറഞ്ഞ് എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ പുറത്തു വരിക. എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ പുറത്തു വന്ന എനിക്ക് വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, ബെഡിൽ തിന്മ നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ നിരൂപിക്കപ്പെട്ട തിന്മയെന്ന് പറയുന്ന സ്പിരിറ്റ് ബെഡിലുണ്ട്. അപ്പം ഞാൻ വീട്ടിലെത്തി, വീണ്ടും ഞാനിങ്ങനെ കിടക്കുക ഇതേ ഈ ബെഡിലാണ് ഞാൻ അന്ന് പാപം ചെയ്ത് കിടന്നതെങ്കിൽ, 1-ാം പ്രമാണം ലംഘിച്ച് ഒന്ന് നേരെ ഈ ബെഡിൽ കിടന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ കുമ്പസാരത്തിൽ, പിന്നെ 1-ാം പ്രമാണം ലംഘിച്ച് അന്ന് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞ് കുമ്പസാരിച്ചപ്പോൾ ഈ 1 മാസം ഈ സ്പിരിറ്റ് എൻ്റെ കൂടെ കിടക്കുന്നുണ്ട്. പാപം 1 തവണ ചെയ്തിട്ടില്ലെങ്കിലും അതിലൂടെ എൻട്രി ചെയ്യപ്പെട്ട അരൂപി എന്നെ വിട്ടു പോയിട്ടില്ല. ആ 1 മാസം അവിടെ കിടക്കുക. ഞാൻ വീണ്ടും ചെന്ന് ഈ ബെഡിൽ ഈ സ്പിരിറ്റിനോടുകൂടെ കിടക്കുക. ഈ സ്പിരിറ്റ് എന്നോടുകൂടെ വസിക്കപ്പെട്ട ഈ സ്പിരിറ്റ് ആ ബെഡിൻ്റെ ഓണർഷിപ്പ് അതിൻ്റെ പേരിലേക്ക് ഞാൻ എഴുതി കൊടുത്തു. അവിടെ തുടങ്ങും ദമ്പതികളിലെ കലഹം സ്റ്റാർട്ട് ചെയ്യും. ദമ്പതികളിലുള്ള കലഹം അവിടെ സ്റ്റാർട്ട് ചെയ്യും. ദമ്പതികളിലുള്ള ഭിന്നിപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ മക്കൾ രാത്രി ഉറക്കം കിട്ടത്തില്ല. പിന്നെ നമ്മൾ ആ ബെഡിൽ കിടക്കുമ്പോൾ നമ്മൾ പറയും, എത്ര കിടന്നിട്ട് എങ്ങനെയെല്ലാം ഇത്രയും അധ്വാനിച്ചിട്ട് കിടന്നിട്ട് ഈസി ആയിട്ട് കിടന്നുറങ്ങേണ്ടത്, പക്ഷെ ഉറങ്ങാൻ പറ്റണില്ല. എത്ര കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. പറഞ്ഞിട്ടില്ല. ചില ആൾക്കാർ പറയും, ബ്രദറെ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തല്ലി ഉടച്ചിട്ട പോലെ ഞാൻ എഴുന്നേറ്റ് വരുന്നത്, ദേഹം മുഴുവൻ പെയിനാണ്. കാരണം മറ്റൊന്നല്ല, റെഗുലറായിട്ട് നിങ്ങൾ വിശുദ്ധ കുമ്പസാരം ചെയ്യണം. പാപത്തെ കൂടെ കെടുത്തരുത്. റെഗുലറായിട്ട് കുമ്പസാരിക്കണം. റെഗുലറായിട്ട്. നമ്മൾ ആരെങ്കിലും പറയുമോ ഞാൻ ഭക്ഷണം കഴിക്കാൻ സമയം കണ്ടെത്തിയെന്ന്? ഇല്ല, കഴിക്കുക. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കണ്ടെത്തി, ഞാൻ സൂപ്പറാ, അങ്ങനെ പറയില്ല. എനിക്ക് വിശന്ന് ഞാൻ ഭക്ഷിച്ചു. ഇത് തന്നെയാണ് വിശുദ്ധ കുമ്പസാരവും പ്രാർത്ഥനകളും. ആ വിശപ്പ് അനുഭവപ്പെടണം. ഞാൻ വീക്കായി തുടങ്ങുമ്പോൾ വിശുദ്ധ കുമ്പസാരക്കൂട്ടിൽ ഞാൻ അഭയം പ്രാപിക്കണം. ഫിസിക്കലി ഞാൻ വീക്കാണെങ്കിൽ സ്പിരിച്വലി എൻ്റെ ആത്മാവ് എത്രത്തോളം വീക്കായിട്ടുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം 43 മുതലുള്ള തിരുവചനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43 മുതലുള്ള തിരുവചനം. എന്താണ് വിശുദ്ധ കുമ്പസാരം? അതിലൂടെ എന്ത് നടക്കുന്നു? അതിന് ശേഷം എന്ത് നടക്കുന്നു? പ്രിയമുള്ള ദൈവജനമേ, ഈ വചനത്തിൽ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു, എന്നാൽ കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോകുന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് വിശുദ്ധ കുമ്പസാരം. ഇറങ്ങിപ്പോകുക. ആര്? സ്പിരിറ്റ് ഇറങ്ങിപ്പോണം. കയറി വന്നതൊന്നും
നിൽക്കരുത്. നമ്മിൽ കയറി വന്നതൊന്നും നിലനിൽക്കാൻ അനുവദിക്കരുത്. അത് പരിശുദ്ധാത്മാവാണെങ്കിൽ കൂടെ അങ്ങനെ തന്നെയാണ് ദൈവം പ്രവർത്തിക്കുന്നതും. ഇപ്പം നമ്മൾ വിചാരിക്കും ഈ ധ്യാനത്തിൽ നിന്ന് ഞാൻ കൊട്ടപ്പടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചു പോവുക, ഇങ്ങനെ നിൽക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണോ നിങ്ങൾ? ഇല്ല, അതിറങ്ങിപ്പോവും. കാരണം ഞാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുമ്പോഴായിരിക്കും എൻ്റെ അടുത്തുകൂടെ കരഞ്ഞുകൊണ്ട് ഒരു അമ്മയോ അപ്പനോ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഇതിൽ നിന്നൊരു വിഹിതം അങ്ങോട്ട് പോയിട്ടുണ്ട്. പ്രാർത്ഥനയായിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളുടെ അടുത്തൂടെ ഒരെണ്ണം പാസ് ചെയ്താൽ മതി. പ്രാർത്ഥന ആവശ്യമുള്ളത് അതിങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോകും. ഒരു ആംബുലൻസ് പാസ് ചെയ്താൽ മതി, അവിടെ ജീവൻ കിട്ടാൻ ചിലപ്പോൾ നീ തലകറങ്ങി വീഴേണ്ടി വരും. നിന്നിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരിക്കലും സ്ഥായിയായി നിന്നിൽ നിലനിൽക്കില്ല. നിന്നിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരിക്കലും സ്ഥായിയായി നിന്നിൽ നിലനിൽക്കില്ല. മറ്റൊരുവന് പകർന്നു കൊടുക്കാൻ നിന്നെ ഏൽപ്പിച്ചത് മാത്രമാണ് പരിശുദ്ധാത്മാവ്. അതല്ലാതെ നീ എന്നും ഇങ്ങനെ തന്നെ തിളങ്ങി നിൽക്കാൻ നിനക്ക് തന്നതിൻ്റെ പേരല്ല പരിശുദ്ധാത്മാവ്. അത് നീ മറ്റൊരുവന് കൊടുക്കുവാൻ തൽക്കാലത്തേക്ക് നിന്നെ ഏൽപ്പിച്ചതാണ്. അത് വറ്റുമ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥന വഴി, ദൈവാരാധന വഴി ഞാൻ വീണ്ടും അതിനെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനതിനെ എഗെയിൻ ആൻഡ് എഗെയിൻ ഞാനതിനെ ഇങ്ങനെ റീഫിൽ ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനെ ഞാൻ ഇങ്ങനെ നിറച്ചു പിടിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അനേകർക്ക് പകർന്നു കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടാവണം. ഞാനിപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ വലിയൊരു അസ്വസ്ഥത വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ആ ചാൻസിനെ നിർവീര്യമാക്കാൻ എന്നിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു വിഹിതത്തെ കർത്താവ് എൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കും. ഹല്ലേലൂയ. അപ്പം ഞാൻ ആരായി? പരിശുദ്ധാത്മാവിനെ വിതരണം ചെയ്യുന്നൊരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിനെ ഞാൻ കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറ്റപ്പെടും. അതിൻ്റെ തലവും ഫോമും മാറ്റപ്പെടും. അത്രയേ ഉള്ളൂ, വ്യത്യാസമുണ്ട്. എനിക്ക് കിട്ടിയത് സ്വർഗത്തിൽ നിന്ന് വചനത്തിലൂടെ, ജപമാലയിലൂടെ, ആരാധനയിലൂടെ ആണെങ്കിൽ ഞാൻ പകർന്നു കൊടുക്കുന്നത് ഒരു വ്യക്തിയുടെ കണ്ണുനീരൊപ്പിക്കൊണ്ടോ, ഒരു വ്യക്തിയിലേക്ക് കർത്താവിൻ്റെ കരുണയെ കൊടുത്തുകൊണ്ടോ, ഒരു വ്യക്തിയെ ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ടോ എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഞാൻ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക. ഇവിടെയാണ് കൂടുതൽ ലഭിച്ചവനിൽ നിന്ന് കൂടുതൽ ചോദിക്കൂ എന്ന് പറയുന്ന വചനം ഇവിടെയാണ്. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ കൂടിയ പോലെ ധ്യാനം ആരും കൂടിയിട്ടില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വിരിക്കുന്ന കെണിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഈശോ തിരിച്ചു ചോദിക്കും, എന്നിട്ട് നീ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് എവിടെ? മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയെന്ന് നിങ്ങൾ പറയേണ്ടി വരും. കാരണം എന്താ? ദൈവം എനിക്ക് തന്നതിനെ ഒരാൾക്ക് പോലും ഞാൻ കൊടുത്തിട്ടില്ല. ഒരു ധ്യാനത്തിൽ നിന്ന് ഒരു പ്രബോധനമെങ്കിലും നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കപ്പെട്ട പ്രബോധനം മണ്ണിൽ, നീ എന്ന് പറയുന്ന ഫിസിക്കൽ ബോഡിയിൽ മണ്ണോട് ചേരേണ്ട നിന്നിൽ അത് നീ കുഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് നിന്നോട് ദേഷ്യം കാണിക്കും. ആ ദേഷ്യം നിൻ്റെ ആത്മാവിന് ബുദ്ധിമുട്ടാണ്, പിന്നീട് അങ്ങോട്ട് സേഫായിട്ട് പോകത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ വചനം പറയുന്നത്, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലത്തിലൂടെ നടക്കുന്നു. ഒരിക്കലും നിങ്ങളിലുള്ള ദൈവാത്മാവിൻ്റെ മേൽ തിന്മയ്ക്ക് ആധിപത്യമില്ല എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. തിന്മയുടെ ആധിപത്യം ഇവിടെ പറയുന്നു ഒരു മനുഷ്യനെയാണ് അശുദ്ധാത്മാവ് ബാധിക്കുകയുള്ളൂ. മാനുഷികതയല്ല നമ്മളിൽ വസിക്കുന്ന ദൈവാത്മാവ്. എന്നാൽ മാനുഷികതയുടെ പൂർണ്ണ രൂപം വരണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഈ ദൈവാത്മാവ് ഉണ്ടാകണം. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം അതാ. മൃഗങ്ങളെ സംബന്ധിച്ച് ആത്മാവില്ല, ജീവനേയുള്ളൂ. നമ്മൾ പറയില്ല പട്ടി മരിച്ചുപോയി എന്ന് പറയില്ല, പട്ടി ചത്തു എന്നേ പറയുള്ളൂ. മനുഷ്യൻ മരിച്ചു പോയി. ആമേൻ, ഹല്ലേലൂയ. മനുഷ്യൻ മരിച്ചു, ആത്മാവ് പോയി, മരിച്ചുപോയി. വ്യത്യാസമുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സിൽ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ മരിച്ചത് മനുഷ്യനും പോയത് ആത്മാവോ. അപ്പോൾ അതെങ്ങോട്ട് പോയി? അത് തമ്പുരാൻ്റെ കയ്യില. എങ്ങോട്ട് പോയി എന്നുള്ളത് അറിയാവുന്നത് ഈശോയ്ക്ക് മാത്രം. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് അതിൻ്റെ മറ്റു പലതുകൊണ്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, അത് പിന്നെ പറയാം. അപ്പോൾ ഈ ആത്മാവിൻ്റെ അവസ്ഥ അത് ഏത് തലത്തിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതെങ്ങോട്ട് പോകുന്നു, അതെവിടെ? ഇവിടെ ഈ അശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ആവസിച്ച് ഒരു മനുഷ്യനെ അത് വിട്ടുപോകുമ്പോൾ
ഈശോ പറയുന്നത് കണ്ടോ, അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു. വ്യക്തിയെ വിട്ടുപോയ അശുദ്ധാത്മാവ് ആശ്വാസം തേടുന്നുണ്ട്. അതിൻ്റെ ആശ്വാസം എന്താ? എൻ്റെ പാപമാണ് അതിനാശ്വാസം കൊടുക്കുന്നത്. എൻ്റെ പാപമാണ്, അല്ലാതെ അതിനാശ്വാസം കിട്ടാൻ പ്രാർത്ഥനയിലല്ല അത് ആശ്രയിക്കുന്നത്. മറിച്ച് അടുത്ത പാപത്തിനുള്ള സ്കോപ്പ് അത് കിട്ടണം. സ്കോപ്പ് അത് നോക്കും. ആ സ്കോപ്പിലേക്ക് അത് പ്രവേശിച്ചാൽ അതിന് ആശ്വാസം കിട്ടി. ആ ഒരു റിലീഫിന് വേണ്ടിയിട്ട് അത് വരണ്ട സ്ഥലത്താണ്. ആശ്വാസം കിട്ടാൻ ആരെങ്കിലും വരണ്ട സ്ഥലത്ത് നടക്കുമോ പ്രിയപ്പെട്ടവരെ? ഇല്ല. ആശ്വാസം കിട്ടണമെങ്കിൽ മാനുഷികതയിൽ നോക്കിയാൽ ഡ്രൈനെസ് ആശ്വാസം തരുന്നതല്ല, ഒന്നും കൂടി നമ്മളെ ഡ്രൈ ആക്കുകയുള്ളൂ. അശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അശുദ്ധാത്മാവിന് ആശ്വാസം കിട്ടണമെങ്കിൽ അത് വരണ്ട സ്ഥലം. ആമേൻ, ഹല്ലേലൂയ. യേശു എന്ന് പറയുന്ന വച്ചപ്പില്ലാത്ത സ്ഥലത്തെ അതിനാശ്വാസം കിട്ടുള്ളൂ. ഹല്ലേലൂയ. അതായത് മരിച്ച് മരവിച്ചിരിക്കുന്ന ചില മനുഷ്യത്വങ്ങളുണ്ട് ഭൂമിയിൽ. ജീവിച്ചിരിക്കെ മരിച്ച അവസ്ഥയിലായിരിക്കുന്ന വരണ്ട സ്ഥലങ്ങളിൽ ഇത് ആശ്വാസം തേടിപ്പോകും എന്നുള്ളതാണ്. ഏത്? അശുദ്ധാത്മാക്കൾ. ഒരു വ്യക്തിയിൽ നിന്ന് വിട്ടാൽ അത് വേറെ നരകത്തിലേക്കല്ല പോകുന്നത്, അത് വേറെ കുരിശിൻ്റെ ചുവട്ടിലേക്കല്ല പോകുന്നത്. അത് പറഞ്ഞു വിട്ടാൽ കുരിശിൻ്റെ ചുവട്ടിലേക്ക് പോകും. അത് അധികാരമുള്ളവർ പറഞ്ഞാലേ അത് കുരിശിൻ്റെ ചുവട്ടിലേക്ക് പോവുള്ളൂ. അശുദ്ധാത്മാവ് പൗലോസ് ആട്ടിപ്പായിച്ചതുപോലെ സ്കേവായുടെ പുത്രന്മാർ ആട്ടിപ്പായിക്കാൻ തുടങ്ങിയപ്പോൾ സ്കേവായുടെ പുത്രന്മാരോട് അശുദ്ധാത്മാവ് പറഞ്ഞില്ലേ, പൗലോസ് പ്രഖ്യാപിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ഞാൻ കൽപ്പിക്കുന്നവനെ വിട്ടുപോവുക എന്ന് സ്കേവായുടെ പുത്രന്മാർ അശുദ്ധാത്മാവിനോട് കൽപ്പിച്ചപ്പോൾ അശുദ്ധാത്മാവ് തിരിച്ചു ചോദിച്ച ചോദ്യം എന്താണ്? പൗലോസിനെ എനിക്കറിയാം, യേശുവിനെ അറിയാം, നീ ആരാണ് എന്നോട് കൽപ്പിക്കാൻ? അപ്പോൾ നമ്മൾ കമാൻഡ് ചെയ്യുമ്പോൾ ആ കമാൻഡിങ് പവർ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാവണം. എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്ന്. അതെങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും? നമ്മളിലുള്ള സ്പിരിച്വൽ ഡെഡിക്കേഷൻ അനുസരിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശുശ്രൂഷയോട് ഡെഡിക്കേറ്റഡ് ആണോ, ആ കമാൻഡിങ് പവർ നിങ്ങൾക്ക് കിട്ടും. അതിന് നിങ്ങൾ പേ ചെയ്യണം, വില കൊടുക്കണം. സഹനം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് ഒക്കെ നിങ്ങൾ വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് പേ ചെയ്യാതെ നിങ്ങളിലുള്ള കൃപ നിലനിൽക്കില്ല. കൃപ നിലനിൽക്കണമെങ്കിൽ കർത്താവിന് നിങ്ങൾ പേ ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പേ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഊറ്റിയെടുക്കാൻ അവനറിയാം. കൃപ തന്നവൻ പേ ചെയ്തില്ലെങ്കിൽ അത് എടുത്തോളും. അവൻ എടുക്കാൻ അറിയാം. നമ്മൾ ഒരു ATM കാർഡ്, നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റോ നമ്മളൊരു ATM മെഷീനിലേക്ക് അത് ഇൻസേർട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ക്യാഷ് പോവുകയോ വരികയോ എടുക്കുകയോ ഡെപ്പോസിറ്റ് ചെയ്യുകയോ എന്താണെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാർഡാണ് കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഇൻസേർട്ട് ചെയ്യുന്ന ATM മെഷീൻ എന്ന് പറയുന്നത് സ്വർഗമാണെങ്കിൽ അതിൽ നിന്ന് നിനക്ക് എത്ര വരെ വലിക്കാമെന്നുള്ളത് നീയാകുന്ന പേരിൽ സ്വർഗത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന അക്കൗണ്ട് ബാലൻസ് അനുസരിച്ച് നിനക്കത് വലിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഒന്നുമില്ലെങ്കിൽ ഈ കാർഡ് വെറും യൂസ്ലെസ് ആണ്. അതായത് നിനക്ക് കൃപ ഉണ്ട്, അഭിഷേകമുണ്ട്, പക്ഷേ അഭിഷേകത്തെ നിലനിർത്താനുള്ള പ്രാർത്ഥനയില്ലെങ്കിൽ നിന്നിൽ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഫ്രീസായി കിടക്കും. ഈ കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്ത് നീ പിൻ നമ്പർ ടൈപ്പ് ചെയ്താലും ഒന്നും വരില്ല. ജസ്റ്റ് ഒരു മെസ്സേജ് നിൻ്റെ ഫോണിൽ SMS ആയിട്ട് വരും, ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് എന്ന് പറയും. സ്വർഗവും പറയുന്നത് ഇത് തന്നെയാണ്. നിന്നിലുള്ള കൃപ മറ്റൊരാൾക്ക് അഭിഷേകമായിട്ട് പകർന്നു കൊടുക്കണമെങ്കിൽ നിൻ്റെ ആത്മാവിൽ ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് ആണെങ്കിൽ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അവിടെയാണ് ഈ ഒരു വചനത്തിൻ്റെ സത്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ക്രിസ്തു അനുഭവം എന്ന് പറയുന്നത് എപ്പോഴാണ്? ക്രിസ്തു ഇല്ലെങ്കിൽ അവിടെ ഒന്നുമില്ലാത്ത അവസ്ഥയല്ല, ആ അവസ്ഥയാണ് ഈ പറയുന്നത്. അശുദ്ധാത്മാവോടെ ഉണ്ട്. ക്രിസ്തു ഇല്ലെങ്കിൽ അവിടെ സീറോ ബാലൻസ് അല്ല, അവിടെ എന്തുണ്ട്? പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെയുള്ളതാണ് ഈ പറയുന്ന അൺക്ലീൻ സ്പിരിറ്റ്. ഈ അൺക്ലീൻ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് ഞാനെന്ന് പറയുന്ന മനുഷ്യനെ ഇത് വിട്ടുപോകുമ്പോൾ വീണ്ടും വചനം എഴുതി വെച്ചിരിക്കുന്നു, അത് ആശ്വാസം തേടി വരണ്ട സ്ഥലം. നമ്മൾ ഒരു വിരോധാഭാസമാണ്. ആശ്വാസം തേടി ഒരു വെള്ളത്തിലേക്കോ പുല്ലും പച്ചപ്പുള്ള സ്ഥലത്തേക്കോ പോയാൽ ഓക്കെ, അതല്ല. അതിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അതിന് ആശ്വാസം കിട്ടണമെങ്കിൽ ഡ്രൈനസ് ആണ് ബെസ്റ്റ്. ആ ഡ്രൈനസ് എന്ന് പറയുന്ന വരണ്ട സ്ഥലം എന്ന് പറയുന്ന അതിൻ്റെ പൈശാചികതയുടെ പൂർണ്ണ രൂപത്തിലേക്ക് അത് കടന്ന് ചെല്ലും. ഹല്ലേലൂയ,
അത് കടന്നു ചെല്ലും. പ്രിയപ്പെട്ടവരെ, അടുത്ത വചനം പറഞ്ഞിരിക്കുന്നത് കേട്ടില്ല, എന്നാൽ കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലും. ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലും. എന്നെ പുറത്താക്കിയ എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലും എന്നല്ല, ഞാൻ ഇറങ്ങിപ്പോരുകയും തിരിച്ചു ചെല്ലുകയും ചെയ്യും എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം ഭവനമാണെങ്കിലല്ലേ തോന്നുമ്പോൾ ഇറങ്ങിപ്പോരാനും തോന്നുമ്പോൾ തിരിച്ചു ചെല്ലാനും പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഇറക്കി വിട്ട ഒരു ഭവനത്തിലേക്ക് പിന്നെ എനിക്ക് കയറി ചെല്ലാൻ പറ്റുമോ? ചെല്ലില്ല. നമ്മൾ അല്പമെങ്കിലും നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ, അഭിമാനം ഉണ്ടെങ്കിൽ, ഇറക്കി വിറ്റടുത്തേക്ക് നമ്മൾ തിരിച്ചു ചെല്ലോ. ചെന്നാൽ നമ്മൾ സ്വീകരിക്കുക, ഭവനം നമ്മെ സ്വീകരിക്കുക, വെൽക്കം ചെയ്യുമോ? ഇല്ല. പക്ഷേ ഇറങ്ങിപ്പോകുന്ന ഭവനത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് തിരിച്ചു ചെല്ലാം. ഇറങ്ങിപ്പോരണമെങ്കിൽ ആ ഭവനത്തിൽ എനിക്കൊരു അധികാരം ഉണ്ടാവണമല്ലോ. തോന്നുമ്പോൾ ഇറങ്ങിപ്പോരാനും തോന്നുമ്പോൾ കയറി ചെല്ലാനുമുള്ള അധികാരം ആ ഭവനത്തിൽ എനിക്കുണ്ടെങ്കിലല്ലേ എനി ടൈം എനിക്ക് കയറി ചെല്ലാനും അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനും പറ്റുള്ളൂ. അപ്പോൾ ഇറങ്ങിപ്പോന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ അൺക്ലീൻ സ്പിരിറ്റിന് ആ ഭവനത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. ആ ഭവനത്തിൽ അൺക്ലീൻ സ്പിരിറ്റിന് ഒരു അവകാശവുമുണ്ട്. ആ അവകാശം ഉള്ളത് കൊണ്ടാണ് അത് കയറി ചെല്ലും, ഇറങ്ങിപ്പോരും. അതിപ്പോൾ ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് ഒരു വ്യക്തിയെ വിട്ടുപോകുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് പുറത്താക്കാൻ എന്ന് പറയുന്ന എക്സോസിസം മിനിസ്ട്രി അല്ലെങ്കിൽ ഡെലിവറൻസ് മിനിസ്ട്രി എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ അല്ലാതെ തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് അശുദ്ധാത്മാവിന് പുറത്തു പോകാനുള്ള സാധ്യത ക്രിയേറ്റ് ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിക്കുമെന്നല്ലേ അതിനർത്ഥം. ഇപ്പം എന്നിൽ ഒരു അൺക്ലീൻ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഒരാളും എനിക്ക് വേണ്ടി അതിനെ പുറത്താക്കാനില്ലെങ്കിൽ സ്വമേധയാ എനിക്കതിനെ പുറത്താക്കാൻ പറ്റും എന്നൊരു മറുതലം ഈ പറയുന്ന വചനഭാഗത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ എനിക്കതിനെ എങ്ങനെ സ്വമേധയാ എന്നിൽ നിന്ന് പുറത്താക്കാൻ പറ്റും? സ്വമേധയാ ഞാൻ എങ്ങനെ അതിനെ പുറത്താക്കുന്നത്? അത് പുറത്താക്കണമെങ്കിൽ ഇത് എന്നിൽ വസിക്കുന്നു എന്ന് ഞാൻ ആദ്യം അഡ്മിറ്റ് ചെയ്യണം, ഞാൻ ആദ്യം സമ്മതിക്കണം. ഇതെന്നിൽ വസിക്കുന്നു, ഇതെന്നിലുണ്ട് എന്നുള്ള ബോധ്യം ആദ്യം എനിക്കുണ്ടാവണം. എങ്കിലല്ലേ എനിക്ക് പുറത്താക്കാൻ പറ്റുള്ളൂ. ഇത് കുഴപ്പമില്ല, ഇത് അന്ധവിശ്വാസമാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും ഇതിനെ പുറത്താക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ തന്നെ സ്ഥിരവാസം ചെയ്തോളും. അപ്പോൾ ഇത് പുറത്താക്കപ്പെടണമെങ്കിൽ ആ വ്യക്തി ആദ്യം സ്വയം വിലയിരുത്തണം, ഞാൻ അശുദ്ധാത്മാവിനാൽ ബാധിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ളത് ആ വ്യക്തി ആദ്യമേ സ്വയമേ ചിന്തിച്ചിട്ടുണ്ടാകണം, ബോധം ഉണ്ടാകണം. അങ്ങനെയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ചില മേഖലകൾ അശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്ന ആത്മീയ ഭൗതിക മേഖലകളിൽ അത് ഏതെല്ലാം രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡ്രൈനസ് തരുന്നുണ്ടെങ്കിൽ സ്വർഗമല്ല, അത് ഡ്രൈനസ് തരുന്നത് ഈ സ്പിരിറ്റാണ്. കാരണം അതിനാവശ്യം ഡ്രൈനസ്സാണ്. അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതും ഡ്രൈനസ്സിലൂടെയാണെങ്കിൽ ചില പ്രാർത്ഥന മേഖലകളിൽ നിങ്ങൾക്ക് ഈ ഡ്രൈനസ് അനുഭവപ്പെടും. നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, പെട്ടെന്നൊരു ഡ്രൈനസ്, എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം ആ ഡ്രൈനസ്സിനെ എൻജോയ് ചെയ്യുന്നൊരു സ്പിരിറ്റ് നിങ്ങളിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ആ ഡ്രൈനസ്സിനെ എൻജോയ് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് നിങ്ങളിൽ നിങ്ങൾ തന്നെ അതിനെ വെൽക്കം ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പാപത്തിൻ്റെ തലം വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഏത് രീതിയിൽ എവിടെ നിന്ന് വന്നു എന്നുള്ളത്. നിങ്ങൾ ചെയ്യുന്ന പാപത്തിൻ്റെ തലം വെച്ചിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് ഇതുപോലെ ഈ ഒരു മിനിസ്ട്രി ചെയ്തുകൊണ്ട് നിന്നപ്പോൾ ഒരു 10th കഴിഞ്ഞ് നിൽക്കുന്നൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇവളെ ഇങ്ങനെ ഈ ഒരു ഡെലിവറൻസ് മിനിസ്ട്രി ഈ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളിൽ നിന്ന് ഈ അരൂപി വിളിച്ചു പറയുന്നുണ്ട്, ഞാനിവളെ വിട്ടു പോവില്ല. വീണ്ടും ചോദിച്ചു പോവില്ല. അപ്പോൾ അച്ഛനെ എന്നെ ഇങ്ങനെ നോക്കി, ഞാൻ അച്ഛനെ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛാ ഇത് പോകില്ലെന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ കാരണം ചോദിച്ചു വന്നപ്പോൾ പാരൻസിലാണ് വിഷയം ഇരിക്കണേ. ആ പാരൻസ് അനുദപിക്കേണ്ട മേഖലയുണ്ട് ചില അവസരങ്ങളിൽ, അത് അവരനുദപിച്ചിട്ടില്ല, അവർ സെപ്പറേറ്റായി നിൽക്കുകയാണ്. ലീഗലി അല്ല എങ്കിലും ഒരു കുടുംബത്തിൽ 2 അടുപ്പാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ മകൾക്ക് എങ്ങനെ ഡെലിവറൻസ് കൊടുക്കാൻ പറ്റും? ആദ്യം മാതാപിതാക്കൾ ഒന്നിക്കണ്ടേ, അതൊന്നിക്കുന്നില്ല. ഇവള് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിന്നു. അവസാനം
ആ ഒരു മിനിസ്ട്രി ഇൻകംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. അവിടെ പാരൻസിനോട് പ്രെയർ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, അവർ ചെയ്തില്ല. പിന്നെ ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോൾ, 1-2 3 4 വർഷം കഴിഞ്ഞപ്പോൾ ഇവള് വേറൊരു പയ്യനുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോകാൻ പോവാം. ഞാൻ ആ നോക്കി ഇങ്ങനെ ചിരിച്ചു. നിനക്ക് കിട്ടാൻ പോകുന്ന ബോണസ് ഞാനതാണ്. എൻ്റെ മനസ്സിൽ ഇവളെയല്ല കിടക്കുന്നത്, കാരണം ഇതിനെ ഞാൻ ആദ്യം കൈവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് സാധനം എന്നുള്ളത് എനിക്ക് അറിയത്തുള്ളൂ. ഇതിനെയും കൊണ്ട് ഇവൻ്റെ വീട്ടിൽ ചെന്നുള്ള അവസ്ഥ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ചിരിച്ചിട്ട് എനിക്ക് ചിരിയടക്കാൻ പറ്റിയില്ല. ഞാൻ ചോദിച്ചു, നീ കൊണ്ടുപോയിക്കോ? അവരോട് ഞാൻ പറഞ്ഞു, നീ കൊണ്ടുപോയിക്കോ, ഒറ്റക്കല്ല, അവൾ ഒറ്റക്കല്ല, എന്തായാലും നിനക്ക് കൂട്ടിന് ഇഷ്ടം പോലെ ആള് ഇവളോടൊപ്പം നിനക്ക് ബോണസായിട്ട് കിട്ടിയിട്ടുണ്ട്. അഡ്വാൻസ് ഓൾറെഡി നിനക്കത് പേ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം, കാരണം ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഫിസിക്കലി തെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഫിസിക്കലി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പിരിറ്റിനെ കംപ്ലീറ്റ് ഇവൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. പിന്നെ അത് കെട്ടിയാലും കെട്ടിയില്ലെങ്കിൽ ഒരുപോലെ തന്നെയാണ്. ഒരു പൊസസ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ, ഒരു ആൺകുട്ടിയെ മറ്റൊരു സ്ത്രീയോ പുരുഷനോ ഫിസിക്കലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അവനിൽ ഉള്ളത് മൊത്തം സ്പിരിറ്റ് ഇങ്ങോട്ട് പോരട്ടെ എന്നുള്ളതാണ്. അത് കംപ്ലീറ്റ് ഞാൻ എടുത്തു, ഇനി നിനക്കൊന്നും തരൂല എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വാശി പിടിച്ച് കെട്ടിപ്പിടിക്കില്ല. അതാണ് ആ പരിപാടി. അത് അങ്ങനെ തെറ്റ് ചെയ്ത 2 പേരാ. ഈ തെറ്റ് ചെയ്ത വ്യക്തിത്വങ്ങൾ ഇവള് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ എനിക്ക് അവന് ഇഷ്ടമാണ്, വീട്ടിൽ പറഞ്ഞിട്ട് കെട്ടിച്ച് തരുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, മോളെ നിൻ്റെ ഒരു കാര്യം നമ്മൾ പണ്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, നിൻ്റെ അപ്പനോട് ചോദിച്ചാൽ അപ്പം പറഞ്ഞു തരും, അല്ലെങ്കിൽ നീ അച്ഛനോട് ചോദിക്കുക, അച്ഛനറിയാം. അതൊക്കെ എനിക്കറിയാം, പക്ഷെ അതൊന്നും എനിക്കൊന്നും ഓർമ്മയില്ല. നമ്മൾ നിനക്ക് ഓർമ്മയില്ല, കണ്ടവർക്കേ ഓർമ്മ ഉണ്ടാവുള്ളൂ, ചെയ്തവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. നീ ചെന്ന് എൻ്റെ പാരൻസിനോട് ചോദിച്ചിട്ട് നീ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്ത് പറഞ്ഞിട്ടും ഇവള് സമ്മതിച്ചില്ല. അവള് ഈ പയ്യൻ ഇവളെ രജിസ്റ്റർ മാരേജ് ചെയ്തു, ഇവളെ ഒരുമിച്ച് താമസമാക്കി. 1 വർഷത്തിനുള്ളിൽ അവൻ്റെ വീടിൻ്റെ ഒരു പോർഷൻ, അവൻ പറയാണ്, പിന്നെ കാണാൻ വരുമ്പോൾ അവൻ്റെ വീടിൻ്റെ ഒരു പോർഷൻ, വാർത്ത വീടിൻ്റെ ഒരു കോർണർ പോർഷൻ മൊത്തം ഇടിഞ്ഞു വീണ് അമ്മയ്ക്ക് ക്യാൻസർ വന്നു. അപ്പനുണ്ടായിരുന്നൊരു ജോലി നഷ്ടപ്പെട്ടു. പിന്നെ സഹോദരൻ ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ ഒരു 7 മഹാത്ഭുതങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ഈ ഒരു ഒറ്റ മുതൽ വീട്ടിൽ കയറി വന്നപ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എന്താ സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ? ഇവിടെ കൂദാശ വഴിയല്ലാതെ ഒരു ബന്ധം നീ സ്വീകരിച്ചാൽ, കൂദാശയിലും നമുക്കറിയില്ല, നമ്മൾ വിവാഹം എന്ന കൂദാശ വഴി എൻ്റെ എതിർവശത്ത് നിൽക്കുന്ന എൻ്റെ ലൈഫ് പാർട്ട്ണർ പൊസസ്ഡ് ആണോ ഇല്ലയോ നമുക്കറിയില്ല. അറിയില്ലെങ്കിലും ഈ കൂദാശയിൽ, വിവാഹം എന്ന് പറയുന്ന കൂദാശയിലൂടെ അവളിൽ എന്ത് അരൂപിയുണ്ടെങ്കിലും ആ കൂദാശ ഒരു പുരോഹിതൻ ആശീർവദിക്കുമ്പോൾ അതെല്ലാം ഡൈല്യൂട്ടായി നിർവീര്യമായി ഒരു ഫ്രഷ് പീസാണ്. സ്പിരിച്വലി ഒരു ഫ്രഷ് പീസിനെയാണ് പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്നത്. ഹല്ലേലൂയ. ഇത് തന്നെ ഞാനത് നിൽക്കാതെ, കത്തോലിക്കനായ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒരു രജിസ്റ്റർ മാരേജ് വഴി ഇതിനെ ഞാൻ കൂടെ താമസിപ്പിക്കുമ്പോൾ അവളിലുള്ള സകല രൂപിയെയും ഞാൻ രജിസ്റ്റർ ചെയ്തെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഒരു ലാൻഡ് രജിസ്റ്റർ ചെയ്യണ പോലെയാണ് ഞാൻ ഇവളെ രജിസ്റ്റർ ചെയ്യണത്. കാരണം രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ്, രജിസ്ട്രേഷൻ ഓഫീസിൽ തന്നെയാണ്. നമ്മുടെ ലാൻഡിന് രജിസ്റ്റർ ചെയ്യും, ഒരു പെണ്ണിനെയും രജിസ്റ്റർ ചെയ്യും. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയുണ്ട്? മണ്ണിൻ്റെ വാല്യൂ അല്ലേ ഉള്ളൂ രജിസ്ട്രേഷൻ ഓഫീസിൽ. ഹല്ലേലൂയ. അപ്പോൾ അത് വെറും ചെളിയല്ലേ പ്രിയപ്പെട്ടവർ? ഒന്ന് ആലോചിച്ച് നോക്കി, അത് വെറും ചെളിയാണ്. കാരണം എന്താ? നമ്മൾക്കിപ്പോൾ ഒരു ഭൂമി വാങ്ങിക്കണമെങ്കിലും ഇതേ രജിസ്ട്രേഷൻ ഓഫീസിൽ ചെന്ന് രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത് തരും. എന്തെന്നും പറഞ്ഞ് ഈ ഭൂമി ഇയാളുടെ ഉടമസ്ഥതയിൽ നിന്ന് ഇയാളുടെ ഉടമസ്ഥതയിലേക്ക് മാറി. ഒരു പെണ്ണിനെ രജിസ്റ്റർ മാരേജ് വഴി ഒരു പെണ്ണിനെ കെട്ടണമെങ്കിലും ഇതേ രജിസ്റ്റർ ഓഫീസിൽ ചെന്നിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യും. ഈ ഭൂമി, മണ്ണ് നിനക്കുള്ളതാന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത് തരും. ഇതിനെ കിട്ടി, ഇതിനെ മൊത്തത്തിൽ ഞാൻ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഈ മണ്ണിലുള്ള കല്ലും കട്ടയും ചെളിയും പായലും എല്ലാം ഇതിനോടുകൂടെ എനിക്ക് അവകാശപ്പെട്ടതാണ്. ആരും ലാൻഡ് ക്ലീനാക്കി നല്ല മണ്ണ് മാത്രമായിട്ട് തരത്തില്ല. അവിടെ നടത്തിയിരിക്കുന്ന സകല ആഭിചാരത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും വെച്ചുപൂജയുടെയും എന്താ പറയുക, സ്വർഗഭോഗത്തിൻ്റെയും സ്വയഭോഗത്തിൻ്റെയും സകല അരൂപികളോടുകൂടെയാണ് ഞാൻ ഈ ലാൻഡ് സ്വന്തമാക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ മനോഭാവത്തോടു കൂടെ തന്നെയല്ലേ ഒരു രജിസ്റ്റർ മാരേജ് വഴി ഒരു പെണ്ണിനെ, ഒരു ചെക്കനെ നിൻ്റെ ലൈഫിലേക്ക് നീ പാർട്ട്ണറായിട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് ഏതാ?
അവിടെ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് ഏതാണ്? ആ രജിസ്റ്റർ ഓഫീസിൽ എത്ര രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടോ അതിൽ കെട്ടുള്ള ഭൂമികൾ, പൈശാചികതയുള്ള ഭൂമിയുടെ രജിസ്ട്രേഷൻ വരെ നടന്നിടത്താണ് നീ ഇവളെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ ലോകത്തിൻ്റെ അരൂപിയാൽ എന്താ പറയുക നയിക്കപ്പെട്ട് ചെന്ന് അവിടെയുള്ളതിനെ മൊത്തം കൂടെ കൊണ്ടുവരിക. ഇതാണ് വിവാഹം എന്ന് പറയുന്ന കൂദാശയും രജിസ്റ്റർ മാരേജും തമ്മിലുള്ള വ്യത്യാസം. അവളുടെ തലമുറകളിലുള്ള അവളുടെ അപ്പനപ്പന്മാരായിട്ടുള്ളത് അവളിൽ ചെയ്ത പാപത്തിൻ്റെ, അവളായിരിക്കുന്ന അവസ്ഥയിലുള്ള പാപത്തിൻ്റെ എല്ലാ വിഹിതത്തിനെയും കൂടെ കൊണ്ടുവരും. അവൻ്റെ വീട്ടിലെ 7 ദുരിതങ്ങളാണ് എന്നെ കാണാൻ വന്നത്. ഇവനിവളെ തിരിച്ചുകൊണ്ട് ഇവിടെ വിട്ടപ്പോൾ എന്താ, ഇവൻ്റെ വീട്ടിലുള്ള ദുരിതം കൊണ്ടാണ് ഇവളുടെ വീട്ടിലോട്ട് വീണ്ടും പോയത്. അവിടെയും പ്രശ്നം. അവൾ തിരിച്ചു വന്നതിന് ശേഷം അവളുടെ അമ്മയ്ക്ക് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായി. ഞാനത് പറയുന്നില്ല, അത് വേറൊരു അവസ്ഥയിലേക്ക് പോയി. പ്രിയമുള്ളവരെ, ഇതാണ് പറയുന്നത്, ഒരു അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോകുമ്പോൾ ആശ്വാസം തേടി അവൻ്റെ വീട്ടിലേക്ക് ചെന്നതാ. ഇവളുടെ കുടുംബത്തെ സംബന്ധിച്ച് ഈ അശുദ്ധാത്മാവ് വിട്ടുപോയി. ആരുടെ കുടുംബത്തിലേക്ക്? അവൻ്റെ കുടുംബത്തിലേക്ക് വിട്ടുപോയി. അവൻ്റെ കുടുംബത്തിലേക്ക് ആശ്വാസം തേടി ചെന്ന് അവിടെ നശിപ്പിച്ച് എല്ലാം ഒരുവിധം തകർത്ത് തരിപ്പണമായി. ഇനി അവിടെ തകരാനൊന്നും ഇല്ലെന്ന അവസ്ഥ വന്നപ്പോൾ ഇവൻ തന്നെ ഇവളെ തിരിച്ചു കൊണ്ടുവന്നിട്ട് സ്വന്തം ഭവനത്തിലേക്ക് ആക്കിയപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താ? ആദ്യത്തേതിനേക്കാൾ മോശമായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അത് പറയും, ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. ഇതുപോലെ കറക്റ്റ് തിരിച്ചു ചെന്നപ്പോൾ കാണുന്ന ആ ഭവനം അടിച്ചു വാരി സജ്ജീകരിച്ചിട്ടിരിക്കുന്നതായിട്ട് കാണും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾക്ക് നമ്മൾ വശംവദരാകരുത്. പ്രിയപ്പെട്ടവരെ, വശംവദരാകരുത്. വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ നിങ്ങൾ. വിലാപങ്ങൾ 4:1 വായിച്ചേ. സ്വർണം എങ്ങനെ വായിക്കേ? വിലാപങ്ങൾ 4:1. വിലാപങ്ങളായതുകൊണ്ട് എടുക്കാനും ഇത്തിരി വിലാപം വേണ്ടി വരും. കാരണം അത് ബൈബിളിൻ്റെ ഏത് വശത്താണ് കിടക്കുന്നത് വലിയ പിടിപാടൊന്നും ഉണ്ടാവില്ല. ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ. വായിച്ചോറക്കെ വായിച്ചേ. ഹല്ലേലൂയ. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി. വിലാപങ്ങള് 5 വിലാപങ്ങളാണ്. അന്നത്തെ കാലഘട്ടം അനുസരിച്ച് 5 വിലാപ ഗാനങ്ങളാണ് വിലാപങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നത്. വിലാപഗീതങ്ങളാണ്. ഒരു കാലഘട്ടത്തിൽ ഇത് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തോട് ചേർക്കപ്പെട്ടതായിരുന്നെങ്കിൽ പിന്നീട് അത് സ്വന്തം ഒരു സെപ്പറേറ്റ് ഒരു പുസ്തകമാക്കി മാറ്റപ്പെട്ടു. ഇത് രചിച്ചതൊരു വ്യക്തിത്വം ഇത് രചിച്ച് ഈ വിലാപങ്ങളിൽ 5 വിലാപരാഗങ്ങൾ, വിലാപകാവ്യങ്ങൾ എഴുതി വച്ചിരിക്കുക. അതിനകത്ത് പ്രിയപ്പെട്ട ദൈവജനമേ, 4-ാമത്തെ വിലാപഗീതത്തിൻ്റെ 1-ാമത്തെ വേർഡാണ് സ്വർണം എങ്ങനെ മങ്ങിപ്പോയി. വിലാപം ഗാനരൂപേണ എഴുതപ്പെട്ടതാണ്. ആദ്യത്തെ 3 വിലാപങ്ങളും ഹീബ്രു അക്ഷരമാല ക്രമത്തിൽ ആ വിലാപങ്ങളുടെ പുസ്തകങ്ങൾ രചിച്ചു വച്ചിരിക്കുന്നതിൻ്റെ കീർത്തനങ്ങൾ അങ്ങനെ കാവ്യരൂപത്തിൽ അതങ്ങനെയാണ് രചിച്ചു വച്ചിരിക്കുന്നതെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള വിലാപങ്ങളിൽ താക്കീതും പ്രവചനങ്ങളും എല്ലാത്തിൻ്റെ ഒരു പൂർത്തീകരണം വിലാപങ്ങളുടെ പുസ്തകത്തിലുണ്ടെങ്കിൽ ഈ വിലാപങ്ങൾ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു വിലാപമായിട്ട് ഞാനതിനെ ഏറ്റെടുക്കണം. എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച ഒരു കാലത്ത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്ന ഞാനെന്ന് പറയുന്ന സ്വർണം എങ്ങനെ മങ്ങിപ്പോയെന്ന് വിലാപങ്ങളുടെ പുസ്തകം വായിക്കുന്ന എനിക്ക് വ്യക്തത ഉണ്ടാവണം. ആമേൻ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞതുപോലെ എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ തലം കുറയുന്നതനുസരിച്ച് പ്രിയമുള്ള ദൈവജനമേ, എന്നിൽ കുടികേറാൻ ശ്രമിക്കുന്ന സാത്താൻ്റെ അരൂപിയുടെ എണ്ണവും കൂടുതലാണ്. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ
അഭിഷേകത്തിൻ്റെ തലം, അഭിഷേകത്തിൻ്റെ ലെവല്, അഭിഷേകത്തിൻ്റെ തോത് കുറയുന്നതനുസരിച്ച് എന്നിലേക്ക് കുടികയറാൻ ശ്രമിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങളുണ്ട്. ഒരിക്കലും നമ്മളിൽ ദൈവത്വമില്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയല്ല. നമ്മിൽ ദൈവത്വമില്ലെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള തിന്മയുടെ അവസ്ഥാന്തരങ്ങളും ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിൽ ദൈവത്വമില്ല എങ്കിൽ അവിടെ എംറ്റി അല്ല പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥലവും എംറ്റി ആയിട്ട് കിടക്കില്ല. ഒന്നെങ്കിൽ ദൈവത്വമുണ്ട് അവിടെ ദൈവത്വത്തിന് നമ്മൾ ഇടം കൊടുത്തില്ലെങ്കിൽ പൈശാചികത അവിടെ വന്ന് ചാർജ് എടുക്കും. അതുകൊണ്ട് നമ്മളിൽ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നതെല്ലാം തുറന്നു പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധ ജപമാല, പരിശുദ്ധ കുർബാന, ഭക്ത അഭ്യാസങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അടച്ചുപൂട്ടപ്പെട്ട എല്ലാ ഭക്ത അഭ്യാസങ്ങളും റീഓപ്പൺ ചെയ്യേണ്ട ഒരു തുടക്കമായിട്ട് ഈ ധ്യാനം നിങ്ങൾക്ക് മാറട്ടെ എന്ന് ആശംസിക്കുക. പ്രിയമുള്ളവരെ, നമ്മളിൽ ഒരു ധ്യാനം വഴി ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കാര്യസാധ്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ ധ്യാനം ക്രിസ്തു അനുഭവ ധ്യാനമാണ്. ക്രിസ്തുവിനെ അനുഭവ വേദ്യമാക്കണമെങ്കിൽ ലോകത്തിനോട് നിങ്ങൾ നോ പറയേണ്ടി വരും. ലോകത്തിൻ്റെ ഇഷ്ടങ്ങളോട് നിങ്ങൾ നോ പറയേണ്ടി വരും. ലോകത്തിൻ്റെ ആവശ്യങ്ങൾ, സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് പ്രഷർ തരുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അതിനെ എതിരിട്ട് നിൽക്കാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിർബന്ധമായും ഉണ്ടാകണമെങ്കിൽ അത് ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരരുത്. മറിച്ച് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ദിവസവും ചെല്ലുന്ന കുടുംബ പ്രാർത്ഥനയിലൂടെ, വ്യക്തിപരമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിലൂടെ, യാത്രകളിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ എല്ലാം നിങ്ങളിലേക്ക് അഭിഷേകം കടന്നു വരും. യാത്രകളിൽ ചില വ്യക്തികൾ പ്രാർത്ഥിക്കുന്നതുണ്ട്. യാത്രകളിൽ പ്രാർത്ഥിക്കുമ്പോൾ യാത്രകളിലുള്ള സംരക്ഷണം എക്കാലത്തേക്കുമായിട്ട് ആ വ്യക്തികൾക്ക് ലഭിക്കും. യാത്രകളിൽ പാപത്തെ നിരൂപിക്കാൻ പറ്റും. യാത്രകൾ പ്രാർത്ഥനയോട് ചേർന്ന് യേശുവിനൊപ്പം യാത്ര ചെയ്യാൻ പറ്റും. ശുശ്രൂഷകൻ യാത്രയിൽ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തു ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പ്രവേശിച്ച ഫീലാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇവിടെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ പ്രിയപ്പെട്ട ഒരു 2-2.5 മണിക്കൂർ എടുക്കുമെങ്കിൽ ഈ 2.5 മണിക്കൂർ കൊണ്ട് അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ ഞാൻ എങ്ങനെ വന്നാലും ഒരു 8-9 കൊന്തയും ഒരു 9-10 കരുണക്കൊന്തയും ചെല്ലി തീർത്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ഇത്രയും സമയം കൊണ്ട് ഇവിടെ എത്തുമ്പോൾ ഇത്രയും പ്രാർത്ഥനകൾ ചൊല്ലി ഇവിടെ എത്തുമ്പോഴേക്കും ഈ ധ്യാനത്തിൽ ആവശ്യമായിട്ടുള്ള അഭിഷേകം യാത്രയിൽ ഒരു ഒരു പമ്പിൽ നിന്ന് പെട്രോള് ഫിൽ ചെയ്യുന്നത് പോലെ യാത്രയിൽ അടുത്ത ധ്യാനത്തിലേക്കുള്ള അഭിഷേകത്തിൻ്റെ വിഹിതം ഞാനത് റീഫിൽ ചെയ്ത് ഇവിടെ എത്തിക്കാനായിട്ട് എനിക്ക് പറ്റും. അപ്പോൾ ഒരു ശുശ്രൂഷയിൽ നിന്ന് അടുത്ത ശുശ്രൂഷയിലേക്ക് ഒരു ശുശ്രൂഷകൻ പോകുന്നത് പോലെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തലത്തിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ആ പോകുന്ന വഴിയിലുള്ള പ്രാർത്ഥനകളിലും നിങ്ങൾക്ക് അഭിഷേകം തരാൻ അടുത്ത തലം എന്താണോ അതിനാവശ്യമായിട്ടുള്ള കൃപയുടെ അഭിഷേകം നിങ്ങൾക്ക് തരാൻ നിങ്ങളുടെ വഴിമധ്യേ ഉള്ള പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. വഴിമധ്യേയുള്ള പ്രാർത്ഥനകൾക്കുള്ള അഭിഷേകമതാ. ഈ വഴിമധ്യേ എനിക്ക് ഫോണെടുത്ത് ആരെങ്കിലുമൊക്കെ വിളിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്തിട്ട് പാട്ടും റേഡിയോയൊക്കെ കേട്ട് എനിക്കിങ്ങനെ വരാം. പ്രിയപ്പെട്ട ദൈവജനമേ, അതിൽ നിന്ന് ഒന്നും കിട്ടാനില്ലെങ്കിൽ കിട്ടേണ്ടതിൽ നിന്ന് കിട്ടണ്ടേ? കിട്ടേണ്ടത് ഏതാണ്? സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വിഹിതം, അവകാശപ്പെട്ട വിഹിതം, എൻ്റേത് മാത്രമായിട്ടുള്ള വിഹിതം എനിക്ക് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഏതിനെ സ്വീകരിക്കണം? നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മളുടെ ഓരോ മേഖലയിലും പ്രാർത്ഥനയെ കൊണ്ടുവരാൻ പറ്റണം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ജോലി സ്ഥലത്ത് നിന്ന് വൈകിട്ട് നിങ്ങളുടെ ഭവനത്തിലേക്ക് എത്തുന്നത് ഒരു ദൂരമുണ്ടെങ്കിൽ വൈകിട്ട് ഭവനത്തിൽ കാത്തിരിക്കുന്ന അസ്വസ്ഥതകളെ ചെറുക്കാനുള്ള കൃപ പ്രിയമുള്ളവരെ ജോലി സ്ഥലത്ത് നിന്ന് വീട് വരെ എത്തുന്നതിനുള്ള ഇടയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് സാധിക്കും. കാരണം യാചകന്മാരെല്ലാം വഴിവക്കിലാണ് ക്രിസ്തുവിനെ കാത്തു നിന്നത്. ക്രിസ്തു ചെന്നിടത്ത് ചെന്നവർ വളരെ ചുരുക്കമേ ഉള്ളൂ. ക്രിസ്തു വസിച്ച ഭവനത്തിൽ ചെന്ന് അനുഗ്രഹം പ്രാപിച്ചവരും വളരെ ചുരുക്കമാണെങ്കിൽ അവൻ പോകുന്ന വഴിയിൽ നിന്ന് അവനിൽ നിന്ന് കളക്ട് ചെയ്ത സൗഖ്യമുണ്ട്. അവൻ പോകുന്ന വഴികളിൽ അവനെ കാത്തു നിന്ന് അവനിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവരുണ്ട്, വിടുതൽ പ്രാപിച്ചവരുണ്ട്. രക്തസ്രാവക്കാരി എന്ന് പറയുന്ന വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യമുണ്ട്. ഇതെല്ലാം വഴിക്കവലകളിൽ നിന്ന് കർത്താവിൽ നിന്ന് സ്വീകരിക്കപ്പെട്ട അഭിഷേകത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ ഒരു തലമുണ്ടെങ്കിൽ പ്രിയമുള്ള ദൈവജനമേ, നിങ്ങൾ ചെല്ലുമ്പോൾ വചനം പഠിപ്പിക്കുന്നത് പോലെ അവൻ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു.
ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മർത്ത ഓടി വന്ന് അവനെ സ്വീകരിച്ചു. പ്രിയമുള്ള ദൈവജനമേ, ഓടി വന്ന് സ്വീകരിച്ചത് വീട്ടിലേക്കല്ല, കുഴിമാടത്തിലേക്കാണെന്നുള്ളതും നമ്മൾ മറക്കരുത്. കുഴിമാടത്തിലേക്ക് ചെന്നിട്ട് അവനെ കൊണ്ടുപോകും വഴി കർത്താവിനോട് പറയുന്നുണ്ട്, നീ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്നൊരു ഏച്ചുകെട്ട് കർത്താവിൻ്റെ മുൻപിൽ വെച്ചു കൊടുക്കുന്നുണ്ട് മാർത്ത. പ്രിയമുള്ള ദൈവജനമേ, ഇതാണ് യാത്രയിൽ സ്വീകരിക്കുന്ന അഭിഷേകമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എവിടെ വേണമെങ്കിലും സാത്താന് പ്രവർത്തിക്കാൻ പറ്റും. പ്രാർത്ഥന മുടക്കുന്ന അരൂപിയായിട്ട് കടന്നു വന്നുകൊണ്ട് അവന് നിങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ അവന് പ്രവർത്തിക്കാൻ പറ്റാത്ത തരത്തിൽ നിങ്ങൾ സീൽ ചെയ്യണം, നിങ്ങളതിനെ ക്ലോസ് ചെയ്യണം. ചില ഡോറ് ക്ലോസ് ചെയ്ത് ചില ഡോർ ഓപ്പൺ ചെയ്യേണ്ട സമയമാണ് നിങ്ങളുടേത്. ഓരോ പ്രായത്തിനനുസരിച്ച്, ഓരോ പ്രായത്തിൻ്റെ പ്രലോഭനങ്ങൾക്കനുസരിച്ച് ചില വാതിലുകൾ അടച്ചില്ലെങ്കിൽ പ്രിയമുള്ള ദൈവജനമേ, പ്രവേശിക്കാനിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമല്ല. കാരണം ക്രിസ്തു കടന്നു വരുന്നത് വാതിലിൽ മുട്ടിയാണെങ്കിൽ സാത്താൻ കടന്നു വരുന്നത് മുട്ടാതെയാ. പ്രവേശിച്ചതിന് ശേഷമേ നീ അറിയുള്ളൂ സാത്താൻ പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളത്. കാരണം കർത്താവ് വരുന്നത് പറഞ്ഞെന്താ, ഞാൻ വാതിലിൽ മുട്ടും, എൻ്റെ സ്വരം കേട്ട് നീ തുറന്നാൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരും. ഹല്ലേലൂയാ. ക്രിസ്തുവിന് തുറന്നു കൊടുക്കുകയും സാത്താന് നേരെ അടയ്ക്കുകയും ചെയ്യുന്ന ഒരു ഡോറ് നമുക്കുണ്ടാകണം. ക്രിസ്തുവിന് തുറന്നു കൊടുക്കുകയും സാത്താന് നേരെ അടയുന്ന ഒരു ഡോറ്, ഒരു ഓട്ടോ ക്ലോസർ പിടിപ്പിച്ച ഒരു ഡോറ് നമ്മളുടെ മേലുണ്ടാകണം. തുറന്നിട്ട് എൻ്റെ ആവശ്യം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അടയുന്ന ഒരു ഓട്ടോ ക്ലോസർ പിടിപ്പിച്ച ഒരു ഡോറ് എനിക്കുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി തുറന്നിട്ട വാതിലിലൂടെ സാത്താൻ എൻ്റെ വ്യക്തി ജീവിതത്തിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും പ്രവേശിക്കാതിരിക്കാൻ ഒരു ഓട്ടോ ക്ലോസർ നമ്മുടെ ഡോറുകൾക്ക് വേണം. പ്രിയപ്പെട്ടവരെ, അതെന്തും അടച്ചുപൂട്ടിയിടാനല്ല, മറിച്ച് തുറന്നിട്ടിട്ടുണ്ടെങ്കിലും അത് ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ അശ്രദ്ധ കൊണ്ട് അതിലൂടെ മറ്റ് ഇഴജന്തുക്കൾ പ്രവേശിക്കാതിരിക്കണമെങ്കിൽ അതിനെ അടച്ചിടുന്നൊരു ഓട്ടോ ക്ലോസർ ഉണ്ടാകണം. പ്രിയമുള്ള ദൈവജനമേ, ഈശോ ഇവിടെ പറയുന്നു, അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോന്നു, അത് വരണ്ട സ്ഥലങ്ങളിലൂടെ നടന്നു, ആശ്വാസം കിട്ടിയില്ലെങ്കിൽ അത് പറയുന്ന സ്വരം നമ്മളിപ്പോൾ ഈ വചനത്തിലൂടെ കേൾക്കുന്നുണ്ട്. ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലും. ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനമെന്ന് പറയുന്നത് അവൻ്റെ സ്വന്തമല്ലേ പ്രിയപ്പെട്ടവരെ? അപ്പം അവൻ ഇറങ്ങിപ്പോരാനായിട്ട് ഞാൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇറക്കി വിടുന്ന ഒരു അഭിഷേകം എന്നിലുണ്ടെങ്കിലോ, ഇറക്കി വിടാനുള്ള ഒരു അധികാരം എന്നിലുണ്ടെങ്കിലോ, ക്രിസ്തു അനുഭവം എന്ന് പറയുന്നത് അധികാരമായിട്ട് എന്നിലുണ്ടെങ്കിൽ, ഇറങ്ങിപ്പോകാൻ നിൽക്കുന്നതിനെ തിരിച്ചു വരരുതെന്ന് കൽപ്പിക്കാനുള്ള അധികാരമല്ലേ നമ്മൾ സ്വന്തമാക്കുന്നത്? ഇറങ്ങിപ്പോകുന്നതിനെ വെൽക്കം ചെയ്യാൻ നിങ്ങൾ തുറന്നിട്ട വാതിലും നോക്കി അതിരിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ള ദൈവജനമേ, സാത്താൻ എന്നും ഇങ്ങനെ നിത്യം വിശ്രമമില്ലാതെ നടക്കുന്ന അരൂപിയാണ്. പക്ഷേ അവൻ്റെ അധീനതയിലായിരിക്കുന്ന മനുഷ്യവർഗം എങ്ങനെയാണെന്നറിയോ? അലസത എന്ന് പറയുന്ന വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. സാത്താൻ നിത്യവിശ്രമം എടുക്കാതെ അവൻ നിത്യം ഓടിക്കൊണ്ടിരിക്കും. അവൻ റെസ്റ്റ്ലെസ് ആണ്. അവൻ റെസ്റ്റ്ലെസ് ആവാൻ കാര്യം എന്താ? അവൻ ആത്മാക്കളെ തേടി ഓടി നടക്കുക. ലോകം മുഴുവനും അവനുള്ള വിഹിതത്തെ അന്വേഷിച്ച് അവൻ ഓടി നടക്കുമ്പോൾ അവൻ്റെ വിഹിതം കൈപ്പറ്റിയ നമ്മളോ അലസത എന്ന് പറയുന്ന വിശ്രമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. നമ്മളെങ്ങും ചെയ്യില്ല, എങ്ങും പോകത്തില്ല, ജോലി ചെയ്യില്ല, പ്രാർത്ഥിക്കത്തില്ല, നല്ലൊരു കാര്യം ചെയ്യില്ല, ഒരു പുണ്യപ്രവൃത്തി ചെയ്യില്ല. നിത്യം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്രമമില്ലാത്തവൻ്റെ പ്രവേശനമാണ് ഒരലസൻ്റെ ഹൃദയമെന്ന് പറയുന്നത്. സാത്താൻ്റെ പണിപ്പുരയാ. അവൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഭൗതികതയിൽ നിൻ്റെ കണ്ണും മനസ്സും മൂടിക്കെട്ടിക്കളയും. ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ, ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ, നന്മ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്നിൽ ചാർജ് എടുക്കാൻ ഈ സ്പിരിറ്റിനറിയാം. അത് ചാർജ് എടുത്തിട്ടുണ്ട്. ഹല്ലേലൂയാ. ഇറങ്ങിപ്പോന്ന ഭവനമാകരുത്, ഇറക്കി വിട്ട ഭവനമാകണം നിങ്ങൾ. നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നവൻ പറയരുത്. അത് തിരിച്ചു വരാനുള്ള ഒരു വെൽക്കം സ്പീച്ചാണത്. പ്രിയപ്പെട്ട ദൈവജനമേ, അത് പറയിപ്പിക്കരുത്. ഞാൻ ഇറക്കി വിട്ടവനാണ് പോകുന്നത് എന്ന് പറയണം. ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഇറക്കി വിട്ടതാണെന്ന് പറയാൻ പറ്റണം. അത് അധികാരമാണ്, അത് അധികാരത്തിൻ്റെ സ്വരമാണ്. അത് കേൾക്കുന്നവൻ എന്നും നിന്നെ ഭയക്കും. അത് കേൾക്കുന്നവൻ എന്നും നിന്നെ ഭയക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരിക്കൽ
തൃപ്പൂണിത്തുറ പൂത്തോട്ട ഭാഗത്ത് ഒരു മകള് സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ അവിടുത്തെ മഠത്തിലൊരു കന്യാസ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഇവിടെ ജോലി ചെയ്യുന്ന സ്ത്രീയുടെ മോളാണ്, കാത്തലിക്ക. അവൾ തൂങ്ങിച്ചാവാൻ വേണ്ടി മുറിയിൽ കയറി വാതിലടച്ചിട്ടിരിക്കുക. അപ്പോൾ അവൾ കയറ് കെട്ടുന്നത് അമ്മ കണ്ടുകൊണ്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു, ആരെങ്കിലും വിളിച്ച് ചവിട്ടി പൊളിക്കുക സിസ്റ്റർ ചെയ്യുന്നു. ചവിട്ടിപ്പൊളിച്ച് ആളെ താഴെ ഇറക്കി. എന്നിട്ട് ഞാനന്ന് ശുശ്രൂഷ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാനവിടെ ചെന്നു, സിസ്റ്റർ പറഞ്ഞിട്ട്. അപ്പോൾ സിസ്റ്ററും മഠത്തിൽ നിന്ന് 2-3 പേരും അവരുടെ കൺഫസർ ഒരു അച്ഛനും വന്ന് നിൽക്കുക. വന്ന് നിന്ന് ഇവളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവൾ വയലൻ്റായി. ഇവളവിടെ കംപ്ലീറ്റ് അടിച്ച് പൊളിച്ചിട്ട് ഒരു 8-9 പേര് ഇവളെ 2 കൈക്കും കാലുമായിട്ട് പിടിച്ചിട്ട് ഇവളെ പിടിച്ചെടുത്ത് നിൽക്കുന്നില്ല. ഇവളെ കിടന്ന് അലമുറയിട്ട് തകർത്തിട്ട് എൻ്റെ ദേഹത്തേക്ക് ആദ്യം ഇവളിങ്ങനെ കാറി തുപ്പി എൻ്റെ മുഖത്തേക്ക്. പിന്നെ ഒരു ഒറ്റ ചവിട്ടാ നെഞ്ചിന് നോക്കി. ഇതിങ്ങനെ ചവിട്ടി ഇതെല്ലാം കിട്ടി സ്വീകരിച്ചിട്ട് ഇങ്ങനെ നിൽക്കി. ഇത് ഇവിടെ നിന്ന് വന്ന് വിട്ടോ. അതാണ് ആ ഒരു മിനിസ്ട്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് കംപ്ലീറ്റ് ചെയ്തു, ഫ്രീ ആയി. ഇപ്പോൾ അവള് 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അതിനുശേഷം ഞാനൊരിക്കൽ ദുബായിൽ ഒരു ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ഡോക്ടറാണ്, എന്നിട്ട് പറഞ്ഞു എനിക്കിവിടെ ജോലി കിട്ടുന്നില്ല. അപ്പോൾ അതിനെ ഇങ്ങനെ പ്രെയർ നടന്ന സ്ഥലത്ത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വയലൻ്റായിട്ട് എൻ്റെ നേരെ ഇങ്ങനെ നോക്കുക. നിനക്കെന്നെ മനസ്സിലായോ? അല്ലേ, നമ്മൾ ആദ്യമായിട്ട് കാണാൻ. നീ അന്ന് തന്നെ പൂത്തോട്ടയിൽ നിന്നാണ് ഇറക്കി വിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പൂത്തോട്ടയെന്ന് പറഞ്ഞില്ല, പൂത്തോട്ട അവളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അവളിൽ നിന്ന് നീയല്ലേ എന്നെ ഇറക്കി വിട്ടത്. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് പൂത്തോട്ട. ഞാൻ തന്നെയാണ്. ഞാൻ നീ എങ്ങനെ ഇവിടെ എത്തി? എൻ്റെ ഫ്ലൈറ്റിൽ കൂടെ പോകുന്നതാണ്. അല്ല, ഞാൻ എല്ലായിടത്തും ഉണ്ട്. അതേ പാപം ഇവള് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവളിൽ എങ്ങനെ കയറണമെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞത്, ഇറങ്ങിപ്പോകാൻ അനുവദിക്കരുത്, ഇറക്കി വിടണം. ഇറക്കി വിടാനുള്ള അതോറിറ്റിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കടബാധ്യത, രോഗങ്ങൾ, പ്രശ്നങ്ങൾ, കുടുംബത്തിൻ്റെ കെട്ടുകൾ ഇറക്കി വിടാൻ അതോറിറ്റി സ്വായത്തമാക്ക്. കുറേ ഡിഗ്രിയൊക്കെ ഉണ്ടല്ലോ കയ്യിൽ, കുറേ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, എന്ത് കിട്ടി? എല്ലാം കിട്ടിയോ? മാസം എന്തെങ്കിലും ഒരു എമൗണ്ട് ബാങ്കിൽ വരും, അത്രയുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, അതൊന്നും വേണ്ട, അതെല്ലാം ഇരിക്കട്ടെ ഒരറിവിലേക്ക്. അതിനപ്പുറത്തേക്ക് സ്വർഗത്തിൽ നിന്നൊരു ഡിഗ്രി നിങ്ങൾ കളക്ട് ചെയ്യണേ. അതിൻ്റെ മാസ്റ്റേഴ്സ് എടുത്തെടുത്ത് പോകണം. വചനത്തിൽ ആഴപ്പെടണം. വചനത്തിൽ ആഴപ്പെട്ട് അതിനെ ഇഴകീറി പരിശോധിച്ച് വചനത്തിൻ്റെ മേൽ അടയിരുന്ന് നിങ്ങൾ പോകുമെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ അധികാരമാണ് കുടുംബജീവിതത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു അമാനുഷികതയല്ല, ദൈവീകതയാണ്. അമാനുഷികതയില്ല, ഇത് ദൈവീകതയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുന്നതിൻ്റെ പേരാണ് അഭിഷേകം. അങ്ങനെയാണെങ്കിൽ അഭിഷേകം നിറഞ്ഞവന് എല്ലാത്തിനും മേലും അധികാരവുമുണ്ട്. അഭിഷേകം നിറഞ്ഞിട്ടുണ്ടോ അവൻ എല്ലാത്തിൻ്റെയും മേൽ അധികാരവുമുണ്ട്. അസുഖത്തിൻ്റെ മേൽ, അൺക്ലീൻ സ്പിരിറ്റിൻ്റെ മേൽ, ഈവിൾ സ്പിരിറ്റ്സിൻ്റെ മേൽ, ഈവിൾസിന് മേൽ അധികാരമുണ്ട്. സ്പിരിറ്റ് ഓഫ് ഡെത്ത്, സ്പിരിറ്റ് ഓഫ് ഫിയർ, സ്പിരിറ്റ് ഓഫ് ലസ്റ്റ് എന്ന് വേണ്ട സകല സ്പിരിറ്റ്സിൻ്റെ മേലും അഭിഷേകത്തിന് അധികാരമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയുക എന്ന് പറഞ്ഞാൽ അതൊരു പുകയായിട്ടോ മഞ്ഞായിട്ടോ കാറ്റായിട്ടോ ഒരു തണുപ്പായിട്ടോ നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിൽ തോന്നുന്ന ഒരു വികാരമല്ല, മറിച്ച് അതൊരു അതോറിറ്റിയാണ്, ക്രിസ്തു അനുഭവമാണ്. ഇതിനെ സ്വീകരിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ വിഹിതം കൈപ്പറ്റാൻ നിങ്ങളുടെ ആത്മാവിന് സാധിക്കും. ഇതിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിഹിതം നിങ്ങൾക്ക് കൈപ്പറ്റേണ്ടിടത്ത് നിങ്ങളുടെ നിയോഗങ്ങൾ അത് കൈപ്പറ്റി അതിൻ്റെ പൂർത്തീകരണം മാത്രത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വരും. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും വഴി മാറ്റി ചിലവഴിക്കരുത്. മറിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകൾ നേരാം വഴി സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ അത് കൊടുത്തുവിടേണ്ടത് ഇങ്ങനെ എറിഞ്ഞു പിടിപ്പിക്കുകയല്ല, ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവിന് അഭിഷേകമായിട്ട് നിറഞ്ഞാൽ ഇത് തമ്മിലാണ് കണക്ഷൻ സ്വർഗത്തോട്. നിങ്ങളുടെ നിയോഗങ്ങളും സ്വർഗവുമായിട്ട് ഒരു കണക്ഷനുമില്ല. അത് നിന്റെ തന്നെ ക്രിയേറ്റിവിറ്റിയാണ്. നീ ഉൽപ്പാദിപ്പിച്ച് നീ പ്രൊഡക്ഷൻ നടത്തി നിന്റെ പ്ലാന്റിൽ നീ കരുതി വെച്ചിരിക്കുന്നതാണ്. നിൻ്റേതായിട്ടുള്ള എല്ലാ വറീസും അതിന് സ്വർഗം ഉത്തരവാദിയല്ല. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് കിട്ടിയ വിഹിതം അതിന് ചെലവഴിക്കല്ലേ.
ആത്മാവിന് വേണ്ടി ചെലവഴിക്ക്. സ്വർഗത്തിൽ നിന്ന് നിനക്ക് കിട്ടിയ വിഹിതം നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവാണെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ വിഹിതവും നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവിന് വേണ്ടി മാത്രം വിനിയോഗിക്കണം. നിന്റെ ഇത്തരത്തിലുള്ള കടബാധ്യതകൾ, രോഗങ്ങൾ, രോഗപീഠകൾ, പൈശാചിക ബന്ധനങ്ങൾക്കുമേൽ നീ സ്വീകരിച്ച സാക്രമെന്റൽ ലൈഫ്, നീ സ്വീകരിച്ച കൗദാശിക ജീവിതത്തിൻ്റെ അധികാരം പ്രയോഗിക്കണം. യേശുവിൻ്റെ നാമത്തിൽ, പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ, വിശുദ്ധ മിഖായേലിൻ്റെ മാധ്യസ്ഥത്തിൽ, സകല വിശുദ്ധരുടെ മാധ്യസ്ഥത്തിൽ, യേശുവിൽ തന്നെയുള്ള അവൻ്റെ പരിശുദ്ധ രക്തത്താൽ, അവൻ്റെ വിശുദ്ധ കുരിശിൻ്റെ മുദ്രയാൽ, അവൻ്റെ തിരുശിരസിലെ മുൾമുടിയാൽ, അവൻ്റെ 5 തിരുമുറിവിനാൽ, അങ്ങനെ ഏതെല്ലാം അധികാരം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് 33 വർഷക്കാലത്തെ കയക്കപ്പെട്ട പുത്രൻ നമുക്ക് തന്നിട്ട് പോയോ, അതൊരു വെറുതെ കുരിശിൻ്റെ എംബ്ലമല്ല. ഇത് കുരിശിൻ്റെ അടയാളമല്ല, വിശുദ്ധ കുരിശാണ്, നാട്ടപ്പെട്ട കുരിശാണ്. കാൽവരി മലമുകളിൽ, കാൽവരി എന്ന് പറയുന്നത് എന്താ? സഹനത്തിൻ്റെ കാൽവരി മലമുകളിൽ നാട്ടപ്പെട്ട കുരിശാണെങ്കിൽ അത് ഞാനാകുന്ന വ്യക്തി ജീവിതത്തിൽ ഞാൻ വരുത്തിവെച്ച സഹനങ്ങളെന്ന് പറയുന്ന ക്യാൻസർ രോഗങ്ങൾ, പീഡകൾ, പൈശാചിക പ്രലോഭനങ്ങൾ എന്നുവേണ്ട എന്നിൽ പ്രവർത്തിക്കുന്ന ലോകത്തിൽ നിന്ന് എന്നെ ഞെരുക്കുന്ന സകല കാൽവരി മലമുകളിൽ കർത്താവിൻ്റെ വിശുദ്ധ കുരിശ് നാട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ അധികാരം നിങ്ങൾ ഉപയോഗിക്കണേ. ആ അധികാരം നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ആവശ്യങ്ങൾക്കുമേൽ അധികാരം ഉപയോഗിക്കണം. നിങ്ങളുടെ ആത്മാവിന് വേണ്ടി നിങ്ങളിലുള്ള പ്രാർത്ഥനകളെ, ദൈവിക ആരാധനകളെ നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഇറങ്ങിപ്പോന്നതിനറിയാം തിരിച്ചു വരാൻ. അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലും. അത് പറഞ്ഞത് കേട്ടോ, എൻ്റെ ഭവനമെന്നാണ് പറഞ്ഞത്. നമ്മളെങ്ങനെയാ അവൻ്റെ ഭവനമാകുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മക്കളാണെങ്കിൽ നമ്മളിൽ വസിക്കുന്നതും ത്രിത്വൈക കൂടാരത്തിനുള്ളിൽ നമ്മൾ വസിക്കണം. അതിനുള്ളിൽ ഞാനും എൻ്റെ കർത്താവ് ഈശോ മിശിഹായും മാത്രം മതി. അവിടെ മറ്റൊരു സ്പിരിറ്റിനെ നമ്മൾ വെൽക്കം ചെയ്യേണ്ട ആവശ്യമില്ല. അത് വെൽക്കം ചെയ്യാതെ ഒരു അതിഥിയായിട്ട് കടന്നു വന്നാലും, നമ്മൾ ക്ഷണിക്കപ്പെടാത്ത അതിഥി വന്നാൽ അതിനെ പുറത്താക്കാനും ഉടമസ്ഥന് അധികാരമുണ്ട്. നീ കയറണ്ട എന്ന് പറഞ്ഞാൽ അത് കയറത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെറുതെ ഒരു നോട്ടക്കാരനല്ല, അവനൊരു കൺസോളറാണ്. അവൻ എൻ്റെ സഹായകനാണെങ്കിൽ എനിക്ക് എല്ലാ മേഖലകളിലും അവൻ എന്നെ സഹായിക്കും. ഹല്ലേലൂയ. അവനെ ഞാൻ പകർന്ന് കൊടുക്കണം. തിരിച്ചു പോകുന്ന ഭവനത്തിലേക്ക്, ഞാൻ ഇറങ്ങിപ്പോകുന്ന ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലും. ഒരു തരം ഭീഷണിയായതാണ്. അൺക്ലീൻ സ്പിരിറ്റ് നമ്മൾക്കെതിരെ തരുന്ന ഒരു തരം ഭീഷണിയാണ്. ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു ചെല്ലുമ്പോൾ ആ ഭവനം അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് അവൻ കാണും. ആരാ കാണുന്നത്? ഈ പറയുന്ന സ്പിരിറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ വചനഭാഗത്തിന് തൊട്ട് മുമ്പ് യോനാ പ്രവാചകന്റെ അടയാളത്തെക്കുറിച്ച് ഈശോ സംസാരിക്കുന്നുണ്ട്. 3 രാവും 3 പകലും യോന തിമിംഗലത്തിൻ്റെ അകത്തായിരുന്നു. തിമിംഗലത്തിൻ്റെ അകത്ത് യോനായ്ക്ക് സംരക്ഷണം കൊടുത്ത സ്വർഗത്തിൻ്റെ വലിയ പദ്ധതി. എന്തുകൊണ്ട് തിമിംഗലത്തിനകത്ത് സംരക്ഷണം കൊടുത്തു? പ്രിയപ്പെട്ടവരെ, അനുസരണക്കേടിനാൽ അവൻ നശിച്ചു പോകേണ്ടിടത്ത് കർത്താവിൻ്റെ കരുണയാൽ അവൻ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. കപ്പൽ കയറേണ്ടത് കറക്റ്റ് ഡയറക്ഷനിലേക്ക് തന്നെ ആയിരിക്കണം. നിനേവയാണോ താർഷീഷാണോ, ദൈവം നിന്നോട് പറഞ്ഞത് എവിടെയാണ്, അങ്ങോട്ട് തന്നെ ട്രാവൽ ചെയ്യണം. ആ ട്രാവലിൽ നിൻ്റെ ട്രാവൽ റൂട്ട് തെറ്റിയാണ് പോകുന്നതെങ്കിൽ നീ വലിച്ചെറിയപ്പെടും. നീ വലിച്ചെറിയപ്പെട്ടാൽ യോനായെ പിടിക്കാൻ തിമിംഗലം ഉണ്ടായതുപോലെ നമ്മളെ പിടിക്കാൻ പ്രവാചക ദൗത്യം എന്ന് പറയുന്ന ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിലേ തിമിംഗലത്തിന് ഡ്യൂട്ടിയുള്ളൂ. നേരെ മറിച്ച് പ്രവാചക ദൗത്യമില്ലാത്തൊരു വ്യക്തിയാണ് റൂട്ട് മാറി പോകുന്നതെങ്കിൽ അത് ആ കടലിൽ മുങ്ങിച്ചാവത്തേ ഉള്ളൂ, ഒരു തിമിംഗലവും വരില്ല. ഹല്ലേലൂയ. അപ്പം യോനായെ പിടിക്കാൻ തിമിംഗലം വരാൻ കാരണം അനുസരണക്കേടിൻ്റെ അരൂപി അവനിൽ പ്രവർത്തിച്ചിട്ടും തിമിംഗലം എന്ന് പറയുന്ന കരുണയുടെ വായ് തുറന്ന് അവനെ സ്വീകരിക്കാൻ കാരണം എന്താണെന്നറിയോ? അവനിൽ പ്രവാചക ദൗത്യം ഉള്ളതുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പം അവനിലുള്ള പ്രവാചക ദൗത്യത്തിൻ്റെ പ്രത്യേകത എന്താണ്?
അനുസരണക്കേടിൻ്റെ അരൂപിയെ തോൽപ്പിക്കുന്ന ദൗത്യമാണ് പ്രവാചക ദൗത്യം. ഹല്ലേലൂയ. ജന്മം കൊണ്ട് യോനായിൽ അനുസരണക്കേടിൻ്റെ അരൂപി അല്ലെങ്കിൽ അനുസരണക്കേട് ഉണ്ട് എങ്കിൽ അതവൻ്റെ തെറ്റല്ല, അവനിൽ ഇൻബിൽറ്റഡ് ആണ്. ആ ഇൻബിൽറ്റഡ് ആയിട്ടുള്ള സ്പിരിറ്റിൻ്റെ മേൽ കർത്താവ് എന്തു കൊടുത്തു? പ്രവാചക ദൗത്യം കൊടുത്തു. അവനെ തിരുത്തിയില്ല, പക്ഷെ അവൻ പ്രവാചകനാക്കപ്പെട്ടു ദൈവത്താൽ. അവൻ നിയമിക്കപ്പെട്ട പ്രവാചക ദൗത്യം നിനേവയിലേക്കാണെങ്കിൽ ആ പ്രവാചക ദൗത്യം നിറവേറ്റപ്പെടേണ്ടത് സ്വർഗത്തിൻ്റെ നിശ്ചയമാണ്. സ്വർഗത്തിൻ്റെ നിശ്ചയമായതുകൊണ്ട് ഈ പ്രവാചക ദൗത്യം നിറവേറ്റേണ്ട പ്രവാചകൻ പാപത്തിൽ വീണുപോയാലും അവനെ സംരക്ഷിക്കുന്ന തിമിംഗലങ്ങൾ കർത്താവ് ആഴിയുടെ അഗാധങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നീ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രവാചക ദൗത്യത്തിലേക്ക് പ്രവേശിച്ച് നീ ഒരു പാപത്തിലേക്ക് വീണുപോയാലും നിൻ്റെ പ്രവാചക ദൗത്യം നിന്നിൽ നിലനിൽക്കുന്നിടത്തോളം കാലം പ്രിയമുള്ള ദൈവജനമേ, നിന്നെ വിഴുങ്ങാൻ തിമിംഗലങ്ങൾ സംരക്ഷണത്തിൻ്റെ വലിയൊരു വേലിയുമായി നിനക്ക് ചുറ്റുമുണ്ട്. നീ പേടിക്കേണ്ട. വീണെടുത്ത് കിടക്കരുത്. വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് വരണം. തിരിച്ച് ട്രാവൽ ചെയ്യണം താർശീഷിൽ നിന്ന് നിനേവയിലേക്ക്. നിന്നെ താർശീഷിലേക്ക് കൊണ്ടുപോകാൻ പിശാച് കപ്പൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വള്ളമല്ല. അവിടെയും നിനക്ക് റൂട്ട് തെറ്റി സഞ്ചരിക്കാൻ വലിയ സൗകര്യം സാത്താൻ ഒരുക്കി വെച്ചു. കാരണം നിന്നിൽ നിന്ന് അനുതാപത്തിൻ്റെ സുവിശേഷം ഒറ്റയൊരെണ്ണം കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് നിന്നെ വെറുതെ ഒന്ന് കൊണ്ടുപോയാൽ പോരാ. ഇവൻ പ്രവാചകനാം, ഏറ്റവും ബെസ്റ്റ് പാപം തന്നെ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫെസിലിറ്റി തന്നെ പിശാച് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് അറേഞ്ച് ചെയ്ത് തരും. വഴി മാറ്റി കൊണ്ടുപോകാൻ അവൻ്റെ ബുദ്ധിയിൽ കയറി പ്രവർത്തിച്ചില്ല, പകരം കപ്പലൊരുക്കി കൊടുത്തു സാത്താൻ. വഴി മാറി ഓടാൻ സാത്താൻ നിനക്ക് എല്ലാ സൗകര്യവും ചെയ്തു തരും. പക്ഷേ നിൻ്റെ റൂട്ട് അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്ന കുടുംബത്തിൽ പ്രവർത്തിക്കേണ്ട അഭിഷേകം നീ വക മാറ്റി ചെലവഴിച്ചാൽ, പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ വിചാരിക്കും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടും എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ലാത്തതിന് കാരണം എന്താണെന്നറിയോ? നീ എന്ന് പറയുന്ന നിൻ്റെ കുടുംബത്തിൻ്റെ പ്രവാചകനായിട്ട് കർത്താവ് നിന്നെ നിയമിച്ചിരിക്കുന്നത് കൊണ്ട് കർത്താവ് തന്നെയാണ് തിമിംഗലത്തെ നിയോഗിച്ച് നിന്നെ സംരക്ഷിച്ചത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സംരക്ഷിക്കപ്പെട്ട വ്യക്തി, നീ വിചാരിക്കേണ്ട നിൻ്റെ കഴിവ് കൊണ്ട് നീ സംരക്ഷിക്കപ്പെട്ടുവെന്ന്. ദൈവത്തിൻ്റെ കരുണയാൽ മാത്രമേ ഞാനും നിങ്ങളും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ദൈവത്തിൻ്റെ കരുണയാൽ മാത്രമേ നമുക്കൊരു നിലനിൽപ്പുള്ളൂ. ഇവിടെ ഈ വചനത്തിൽ ഈ സ്പിരിറ്റ് തിരിച്ച് ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് എത്തുന്നുണ്ട്. ഇറങ്ങിപ്പോന്ന ഭവനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറങ്ങിപ്പോന്ന വീട്, വ്യക്തിയല്ല, വീട്. ഇറങ്ങിപ്പോന്ന ഭവനം എന്ന് പറയുമ്പോൾ ഒരു ഭവനത്തിൽ എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ? ആ ഭവനത്തിൽ എത്രയേറെ പേരുണ്ടോ അത്രയേറെ പേരിൽ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർസ് ഉണ്ട്, അധികാരമുണ്ട്, അവർക്ക് പങ്കാളിത്തവുമുണ്ട്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കരുത് ഇറങ്ങിപ്പോരാനല്ല, ഇറക്കി വിടാനാണ്. ഇറക്കി വിടുന്നതിലാണ് കഴിവ്. ഇറങ്ങിപ്പോകും. ഒരു കാലഘട്ടം കഴിഞ്ഞ് നമ്മളെ കൊണ്ട് ഇനി ഉപയോഗമില്ലെന്ന് പിശാചിന് തോന്നിയാൽ നമ്മളെ വിട്ടവൻ പോകും. നമ്മളെ കൊണ്ട് ഉപയോഗമുണ്ടെന്ന് അവന് തോന്നിയാൽ ഇറങ്ങിപ്പോവില്ല, അവിടെ നിൽക്കും. പക്ഷേ ഇറക്കി വിടുന്നത് നമ്മളാണ്, ഇറങ്ങിപ്പോകുന്നത് അവനും. അതുകൊണ്ട് ഇറങ്ങിപ്പോകാൻ നിൽക്കരുത്, ഇറക്കി വിടാൻ നിൽക്കണം. ഇറങ്ങിപ്പോകണമെങ്കിൽ ടൈം പീരീഡ് കംപ്ലീറ്റ് ആവാതെ ഇറങ്ങിപ്പോവില്ല. ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടമാണ്, എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഇറക്കി വിടൽ, ഇറക്കി വിടാൻ പഠിക്കണം, ഇറക്കി വിടാൻ പഠിക്കണം. അതാണ് പ്രലോഭനത്തിന് പാപം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കെ പാപം ചെയ്യാതിരിക്കുന്നതാണ് ഇറക്കി വിടൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം ചെയ്യാനുള്ള സാഹചര്യം എല്ലാം അനുകൂലമായിരിക്കെ നീ പാപം ചെയ്യുന്നില്ലെങ്കിൽ നീ അശുദ്ധാത്മാവിനെ ഇറക്കി വിടുന്നവനും ഇറക്കി വിടുന്നവളുമാണ്. ഹല്ലേലൂയ. പാപം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കെ ആ സാഹചര്യത്തിലേക്ക് നീ പോകുന്നില്ല, അത് അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോകുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കെ നീ ആ സാഹചര്യത്തിൽ പോകാതെ നീ മാറി നിന്നു. ആ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നീ ആ പാപം ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് ചെന്ന് പാപം ചെയ്യാതിരുന്നെങ്കിൽ അതിനർത്ഥം നീ ആ അൺക്ലീൻ സ്പിരിറ്റിന് മേൽ നിനക്ക് അതോറിറ്റി ഉണ്ട്, നീ അതിനെ ഇറക്കി വിട്ടു എന്നാണ്.
പാപം ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് നീ പോയില്ല. പകരം എന്തെടുത്തു? ബോധം, ബുദ്ധി കാണിച്ചുകൊണ്ട് അതിലേക്ക് പോകാതെ നീ നിൻ്റെ ആത്മരക്ഷ സ്വന്തമാക്കി. നല്ലത് തന്നെ. പക്ഷേ അത് അൺക്ലീൻ സ്പിരിറ്റിനെ നീ ഇറക്കി വിട്ടതല്ല, ഇറങ്ങിപ്പോന്നതാ. അങ്ങനെയുള്ളപ്പോഴാണ് ഇത് പറയുന്നത്. വീണ്ടും പാപം ചെയ്യാനുള്ള സാഹചര്യം വരുമ്പോൾ ഇത് പറയും, ഞാൻ തിരിച്ചു ചെല്ലും. അതാണ് ഈ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലും. എങ്ങനെ ഇറങ്ങിപ്പോകുന്നതിനുള്ള എന്നുള്ളതിൻ്റെ വഴിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. എങ്ങനെ അത് ഇറങ്ങിപ്പോന്നു? ഒരാളിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇറങ്ങിപ്പോരേണ്ട ആവശ്യമുണ്ടോ? അവിടെ നിൽക്കാൻ പാടില്ലേ? നിൽക്കാതെ ഇറങ്ങിപ്പോരാൻ കാര്യം എന്താണ്? പാപം ചെയ്യാനുള്ള സാഹചര്യത്തെ അവൻ ഉപേക്ഷിച്ചപ്പോൾ പാപം ചെയ്യിക്കാൻ ചാർജ് എടുത്ത് അൺക്ലീൻ സ്പിരിറ്റ് ഇറങ്ങിപ്പോന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് തിരിച്ചു ചെന്നു. എപ്പോഴാണ് തിരിച്ചു ചെന്നത്? വീണ്ടും ഒരു പാപം ചെയ്യാനുള്ള സാഹചര്യം അതേ വ്യക്തിക്ക് വന്നപ്പോൾ പാപം ചെയ്യിക്കാനുള്ളവൻ തിരിച്ചു ചെന്നപ്പോഴാണ് അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്നത്. അതായത് ഇവൻ വീണ്ടും പുതിയ തീരുമാനം എടുത്തിരിക്കുക. പുതിയ തീരുമാനം എടുത്തിരിക്കുക. എന്താ? ഞാൻ പാപം ചെയ്യാതെ രക്ഷപ്പെട്ടതല്ലേ. പുതിയ തീരുമാനം അടിച്ചു വാരി ക്ലിയർ ചെയ്തിട്ടിരിക്കുക. ചെന്ന സ്പിരിറ്റിന് അത് മതി. ചെന്ന സ്പിരിറ്റിന് അത് മതി. അതവിടെ വാസമുറപ്പിക്കും. വാസമുറപ്പിക്കാൻ കാരണം എന്താണ്? ഉള്ളിൽ, ഞാൻ ആദ്യമേ പറഞ്ഞില്ല, നമ്മൾ സ്വീകരിച്ച സ്പിരിറ്റ്, ഞാൻ ചെയ്ത പാപം വഴി ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഈ സ്പിരിറ്റിനെ. പിന്നെ അത് ഞാൻ സാഹചര്യം ഒഴിവാക്കി എന്ന് വിചാരിച്ചാലും ഈ പർച്ചേസ് ചെയ്തത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ ആ സാഹചര്യം ഒഴിവാക്കുകയല്ല, പർച്ചേസ് ചെയ്തതിനെ ഞാൻ വിൽക്കണം. വിൽക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മൾ ചെയ്യണം. വിൽക്കുക, അതിനെ ഒഴിവാക്കുകയല്ല, വിൽക്കുക. സാത്താൻ്റെ ആധിപത്യങ്ങളെ കർത്താവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ ചുവട്ടിലെ സഹനങ്ങൾ സ്വീകരിച്ച് ഇതിനെ വിൽക്കുക. ഇതിനെ വിൽക്കാൻ നീ സ്വീകരിക്കുന്ന കറൻസിയാണ് സഹനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നിലുള്ള ഒരു പ്രോഡക്റ്റാണ് ഈവിൾ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബൈ പ്രോഡക്ട്സ് ഉണ്ട്, നീ ചെയ്യുന്ന പാപം. ആമേൻ, ഹല്ലേലൂയ. നിന്റെ കൈവശമുള്ളൊരു പ്രോഡക്ട്സാണ് അത് ഈവിൾ ആണെങ്കിൽ, ആ ഈവിൾ തൻ്റെ സ്പിരിറ്റ് കൊണ്ട് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പാപമാണ് അതിൻ്റെ ബൈ പ്രോഡക്ട്സ്. ഈവിൾ വേറെയാണ്, ഈവിൾ സ്പിരിറ്റ് വേറെയാണ്. അപ്പം ഇത് നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ബൈ പ്രോഡക്ട്സ് ആണ് നീ ചെയ്യുന്ന പാപം. അതിൻ്റെ മെയിൻലി ഉള്ള കോഴ്സാണ് അല്ലെങ്കിൽ പ്രോഡക്റ്റാണ് ഈവിൾ. അത് നിന്നിൽ വസിക്കുന്നുണ്ട്. ഈ ബൈ പ്രോഡക്ട്സ് ആയിട്ടുള്ള ഈ പാപങ്ങളെ നീ വേണ്ടാന്ന് വെച്ചാലും നീ പർച്ചേസ് ചെയ്ത് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന നിൻ്റെ പ്രോഡക്റ്റ് നിൻ്റെ കൂടെയുണ്ട്. അത് നീ അതിനായിട്ട് ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റാണ്. ഈ എഗ്രിമെൻ്റ് വഴി അത് നിന്നിൽ നിത്യവാസം ചെയ്യും, അത് നിന്നിൽ നിത്യം വസിക്കും. കാരണം നീ അതിനെ പർച്ചേസ് ചെയ്തത് പാപം ചെയ്ത് ദൈവം നിനക്ക് നേടിത്തന്ന ആത്മാവിനെ, അത് നിൻ്റെ ഉള്ളിലായിരിക്കുകയും നിൻ്റെ ശരീരത്തെ നീ പാപം ചെയ്ത് ദൈവത്തെ പീഡിപ്പിച്ചാലേ ഈ പ്രോഡക്റ്റിനെ നിനക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ പർച്ചേസ് ചെയ്യപ്പെട്ട ഈ പ്രോഡക്റ്റ് വീണ്ടും അത് ഇറങ്ങിപ്പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്നത് നീ പർച്ചേസ് ചെയ്ത് നിൻ്റെ വീട്ടിൽ കുടിയിരുത്തിയിരിക്കുന്നതുകൊണ്ടാണ്. ഈ വീട്ടിനകത്ത് പുറത്താക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറത്താക്കണം. അതിനെ പുറത്താക്കണം. എവിടെ നിന്ന് പുറത്താക്കാൻ പറ്റും അവിടെ നിന്നെല്ലാം അതിനെ പുറത്താക്കണം. അതിനെ പുറത്താക്കാനായിട്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈശോയെ, പാപിയായ ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഒന്നാം പ്രമാണം ലംഘിച്ച ഞാൻ നിന്നെ ആരാധിക്കുന്നു, വ്യഭിചാരിയായ ഞാൻ നിന്നെ ആരാധിക്കുന്നു, സ്വയംഭോഗം ചെയ്യുന്ന ഞാൻ നിന്നെ ആരാധിക്കുന്നു, മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത ഞാൻ നിന്നെ ആരാധിക്കുന്നു, കൊലപാതകിയായ ഞാൻ നിന്നെ ആരാധിക്കുന്നു. അപ്പോൾ ഈ കൊലപാതകി എന്ന് പറയുന്ന കൊലപാതകത്തിൻ്റെ സ്പിരിറ്റും ദൈവത്തെ ആരാധിക്കാൻ നിർബന്ധിക്കപ്പെടും. വ്യഭിചാരിയായ ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ലസ്റ്റിൻ്റെ സ്പിരിറ്റ് ദൈവത്തെ ആരാധിക്കാൻ നിർബന്ധിക്കപ്പെടും. പക്ഷെ അതിനെ ആരാധിക്കാൻ പറ്റില്ല. അതിൻ്റെ പേഴ്സണാലിറ്റി അതിനെ സമ്മതിക്കാതെ വരുമ്പോൾ അതെന്നെ വിട്ടുമാറും. അതാണ് ദൈവിക ആരാധനയുടെ പ്രത്യേകത. അങ്ങനെ ആരാധിക്കുന്നിടത്താണ് ഇതിനെ നമുക്ക് കാൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, സ്വയം നിനക്ക് തന്നെ നിന്നിൽ പ്രവർത്തിക്കുന്നതിനെ പുറത്താക്കണമെങ്കിൽ നീ ദൈവത്തെ ബലം പിടിച്ച് ആരാധിച്ചാൽ മതി.
നിനക്ക് ആരാധിക്കാൻ നീ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ സാത്താൻ നിനക്ക് ആദ്യം തരുന്ന ചിന്തയാണ്, അവൻ്റെ മുമ്പിൽ പോയിരിക്കാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല, കാരണം നീ ഈ പാപം ചെയ്തിട്ടല്ലേ അവൻ്റെ മുമ്പിൽ പോയിരിക്കുന്നത് എന്നുള്ള ചിന്ത ആദ്യം സ്പിരിറ്റ് തരുമ്പോൾ ആ ചിന്ത വെച്ച് അവനെ ആരാധിക്കണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തുമ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താ? കർത്താവ് ഇന്നലെ ഈ തെറ്റ് ചെയ്തിട്ടാണല്ലോ ഈശോയെ. അത് ദൈവമല്ല, അത് പിശാചാണ്. അപ്പോൾ എന്തെടുക്കണം? അനുതാപമാണ്. കുറ്റബോധം തരുന്ന പിശാചാണ്. അനുതാപം ഉണ്ടാകണം. അപ്പോൾ ഞാൻ പറയണം, കർത്താവേ ഈ തെറ്റ് ചെയ്ത ഞാൻ നിന്നെ ആരാധിക്കുക, ഈ തെറ്റ് ചെയ്ത ഞാൻ നിന്നെ ആരാധിക്കുക, ഈ പാപിയായ ഞാൻ, ഈ പാപിയായ ഞാൻ, ഈ പാപിയായ ഞാൻ, കള്ളസാക്ഷ്യം പറയുന്നത് ഞാൻ നിന്നെ ആരാധിക്കുക, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാത്ത ഞാൻ നിന്നെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ആ അരൂപികളെല്ലാം ദൈവത്തെ ആരാധിക്കാൻ നിർബന്ധിക്കപ്പെടും. എന്നിൽ ഉള്ളിലിരുന്നുകൊണ്ട് അതിന് അതുപോലെ തീയിട്ട് കൊടുക്കുന്ന മറ്റൊരു അവസ്ഥയില്ല പ്രിയപ്പെട്ടവരെ. ഇത് വലിയൊരു തീയിട്ട് കൊടുക്കുക അതിന്. അതവിടെ നിന്ന് ഇറങ്ങിപ്പോവും. കാരണം അതല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കേണ്ടി വരും. അത് അതിൻ്റെ വ്യക്തിത്വത്തിന് എതിരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ പേഴ്സണാലിറ്റി അത് എന്നിൽ കാണിക്കുമ്പോൾ ദൈവത്തിൻ്റെ പേഴ്സണാലിറ്റി ഞാൻ അതിനുമേൽ അടിച്ചേൽപ്പിക്കണം. ഇവിൾ സ്പിരിറ്റിൻ്റെ പേഴ്സണാലിറ്റി അത് എന്നിൽ കാണിക്കുന്നതാണ് ഞാൻ ചെയ്യുന്ന പാപമെങ്കിൽ അതിനെ പുറത്താക്കാൻ ദൈവത്തിൻ്റെ പേഴ്സണാലിറ്റിയെ ഞാൻ അതിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നിടത്ത് ഒരു ശുശ്രൂഷകൻ്റെയും സഹായമില്ലാതെ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന അരൂപികൾ അതിനെ നിങ്ങൾക്ക് തന്നെ ഈ രീതിയിൽ പുറത്താക്കാൻ പറ്റും. അതിൻ്റെ പരമോന്നതമായിട്ടുള്ള അവസ്ഥകൾ വരുമ്പോൾ മാത്രമേ ശുശ്രൂഷകൻ്റെ അവസ്ഥ വരുള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ലോ റാങ്കിങ്ങേ എത്തിയിട്ടുള്ളൂ. നിങ്ങൾക്ക് തന്നെ പുറത്താക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ രണ്ടവസ്ഥയുണ്ട്. പ്രാർത്ഥിക്കാനും പറ്റും, പ്രാർത്ഥിക്കാതിരിക്കാനും പറ്റും. പ്രാർത്ഥിക്കാനും പറ്റും, പ്രാർത്ഥിക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്ന അരൂപിയെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ രണ്ടും നിങ്ങളിൽ ഉണ്ടെന്ന് തന്നെയല്ലേ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് തന്നേക്കാൾ ദുഷ്ടനായ 7 ആത്മാക്കളെ കൂടെ തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമർപ്പിക്കുകയും ചെയ്യും. 7 എണ്ണത്തിനെ കൊണ്ടുവരും, 7 മൂലപാപങ്ങളെ കൊണ്ടുവരും. ആദ്യം പാപം ചെയ്യാൻ ഞാനെടുത്ത തീരുമാനം ഒന്നാണെങ്കിൽ ആ പാപത്തിൽ ഈ ഒരു സ്പിരിറ്റ് മാത്രമേ എന്നെ കൊണ്ട് പാപം ചെയ്യിക്കാനുള്ളൂ എങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ആ സാഹചര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ആ സാഹചര്യത്തിലേക്ക് പോവില്ല. കാരണം എന്താ? സാഹചര്യത്തിലേക്ക് ഞാൻ പോയാൽ ഞാൻ പാപം ചെയ്യും. അതുകൊണ്ട് ഞാൻ പോയില്ലെങ്കിൽ അതുപോലുള്ള 7 സാഹചര്യങ്ങൾ നിനക്ക് വേണ്ടി ഒരുക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പാപത്തെ നീ ഉപേക്ഷിച്ചാൽ അത്തരത്തിലുള്ള 7 സാഹചര്യങ്ങൾ ഒരുക്കിയിട്ട് ഉപേക്ഷിക്കപ്പെട്ട പാപമെന്ന് പറയുന്ന അരൂപി നിന്നെ സ്വാധീനിക്കും. ഈ 7 പാപങ്ങളിലേക്ക് നീ പോലും വഴി അറിയാതെ നീ മൂക്കൂത്തി വീഴും. 7 പാപങ്ങളിലേക്ക് വീഴും പ്രിയപ്പെട്ടവരെ. 7 ദുഷ്ടാരൂപികളെ കൂടെ കൊണ്ടുവന്ന് നിന്നിൽ നിത്യവാസം ഉറപ്പിക്കാൻ തയ്യാറായിട്ടിരിക്കുക. അങ്ങനെ വീണ്ടും പറയുന്നു, അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായി തീരുന്നു. ഈ ദുഷിച്ച തലമുറയ്ക്കും ഇതുതന്നെ ആയിരിക്കും അനുഭവം. ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയം എന്ന് പറയുന്നത് ദുഃഖകരം എന്നൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയാണ് ശോചനീയം. പിന്നെ ഒന്നും ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയാണ്. ഒരു തരത്തിലും അതിൽ ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത അവസ്ഥയെന്നൊക്കെ നമ്മൾ പറയില്ല. കാരണം മറ്റൊരാൾ വന്ന് ഇതിനെ മോചിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ശോചനീയം. ഒരാൾ ബെഡ്ഡണായി കിടക്കുന്നുണ്ടെങ്കിൽ അയാളുടെ അവസ്ഥ ശോചനീയമാണ്. ഒരാൾ രോഗിയാണ്, പക്ഷേ ബെഡ്ഡൺ അല്ലെങ്കിൽ അത് ദുഃഖകരമാണ്. കാരണം അയാൾക്ക് പുറത്തു വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരാൾ ഫുള്ളി അൺകോൺഷ്യസ് ആയി കിടക്കുക ബെഡിൽ, അത് ശോചനീയമാണ്. കാരണം എന്താ? സ്വയം ആത്മാവ് പ്രവർത്തിക്കില്ല. ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം. എന്താ പറയുക, മലമൂത്ര വിസർജനം ചെയ്യണമെങ്കിൽ പോലും ആരെങ്കിലും ക്ലീൻ ചെയ്ത് കഴുകി കൊടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ശോചനീയം എന്നാണ്. ഒരു വ്യക്തിക്ക് രോഗം വന്നു, പക്ഷേ ആ രോഗം ശോചനീയമല്ല. കാരണം അത് ക്യൂറബിളാണ്. സ്വയം എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൽ നിന്നൊരാശ്വാസം നേടാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ശോചനീയമല്ല, അത് ദുഃഖകരമേ ആകുന്നുള്ളൂ. ശോചനീയമായിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ ഹെൽപ്പ് വേണ്ടി വരും. ശോചനീയമായ അവസ്ഥയിലേക്ക് നിങ്ങളാരും പോയിട്ടൊന്നുമില്ല. ശോചനീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയാൽ ശുശ്രൂഷകനെ സമീപിക്കണം നിങ്ങൾ. അല്ലാത്തതിലെല്ലാം നിങ്ങൾക്ക് തന്നെ സൊല്യൂഷനുണ്ട്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ,
നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ചെറിയൊരു ബ്രേക്ക് എടുക്കാം.